പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ ബൈബിൾ കോളേജിന്റെ ചാപ്പൽ സർവീസായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മൾ കഴിഞ്ഞ 5 ദിവസങ്ങൾ ദൈവവചനം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. വിവിധ വിഷയങ്ങൾ വിവിധ ദേവദാസന്മാരാൽ പഠിച്ചു. അതിനുള്ളൊരു ഉത്സാഹം ചാപ്പൽ സർവീസിൽ പലപ്പോഴും കാണാറില്ല. എങ്കിലും ഇന്ന് രാത്രിയിലും കർത്താവ് ചുരുക്കം പേരായിരിക്കുന്നെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമെന്ന് നമുക്ക് വളരെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രിയിലും ആയിരിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കുവാൻ പോവുകയാണ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ആരംഭിച്ചാട്ടെ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വലിയവനായ ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഏത് സമയവും ഏത് നേരത്തും കർത്താവെ നിന്നെ സ്തുതിക്കുവാനുള്ള കൃപ നൽകി തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പൽക്കാലം കർത്താവെ ഞങ്ങൾ ഹല്ലേലൂയ ചാപ്പൽ സർവീസായി നിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. പ്രിയ ലാലു പാസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാജി പാസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കാര്യങ്ങളൊക്കെയും നിയന്ത്രിച്ച് നടത്തുവാനുള്ള കൃപ ദൈവമേ നിന്റെ മക്കൾക്കും ദൈവമേ നീ കൊടുത്തിരിക്കാൻ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, ദൈവവചനം സംസാരിക്കുന്ന ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ദൈവമേ അധ്യാപകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സുകൾ ദൈവമേ നിന്റെ മക്കളിൽ കൂടെ കേൾക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, അനേക ദൈവമക്കൾക്ക് ദൈവമേ ദൈവവചനം പഠിക്കുവാനുള്ള കൃപ കർത്താവെ നൽകിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. അന്ത്യകാല സംഭവങ്ങളെ പറ്റിയും കർത്താവിൻ്റെ വരവിനെ പറ്റിയും ലോക സംഭവങ്ങളെ പറ്റിയൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവെ. നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കാൽ ദൈവമേ അനേകരെ ദൈവമേ സ്തോത്രം ചെയ്യുന്ന അനേകരെ നേടുവാൻ കർത്താവെ നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ദൈവമേ ബൈബിൾ കോളേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ പഠിക്കുന്നതായ കുഞ്ഞുങ്ങള് ദൈവമേ സ്തോത്രം ചെയ്യുന്ന നിന്റെ മക്കള് ദൈവമേ ദൈവദാസന്മാര് ദൈവമേ എല്ലാവരെയും കർത്താവെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ചാപ്പൽ സർവീസ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്നത്തെ മീറ്റിംഗ് ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. കടന്നു വരുന്നവർക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പാട്ട് പ്രാർത്ഥന ദൈവമേ സ്തോത്രം എല്ലാ ദൈവമേ കാര്യങ്ങളും നിന്റെ നാമത്തിന് പ്രയോജനമാക്കി തീർക്കണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നത് ഞങ്ങളുടെ ഹൃദയം കൊണ്ട് കാണുവാൻ, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ ദൈവമേ അനേകർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ കൃപ ചെയ്യണമേ. പ്രത്യേകിച്ച് ദൈവമേ ഞങ്ങളുടെ എല്ലാവരും പാസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൻ കർത്താവെ ഇതിനു വേണ്ടി മുതൽ കൂട്ടായി ദൈവമേ ചുമല് കൊടുത്ത് നിൽക്കുന്നത് നീ അറിയുന്നല്ലോ. നിന്റെ മകനെ സ്വർഗത്തിലെ ദൈവമേ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ഏറ്റവും ദൈവമേ അനുഗ്രഹമായിട്ട് തൻ്റെ ജോലി കാര്യങ്ങളിലും ദൈവമേ സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവമേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം ഇന്നത്തെ മീറ്റിങ്ങിനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നീ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ സ്വർഗം സഹായിച്ചുവല്ലോ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ജോയിൻ ചെയ്തു വരുന്നേ ഉള്ളൂ. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കും. ചില ഗാനങ്ങളിലൂടെ, ചില പാട്ടിലൂടെ, പ്രൈസ് ദി ലോർഡ്, ചില വചനത്തിലൂടെ ഒക്കെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളൊരു കുടുംബം പോലെയാണ്. ദൈവവചനം നമ്മളെ അനേക ദൈവദാസന്മാർ പഠിപ്പിക്കുന്നു എങ്കിലും ഒരുമിച്ച് നമുക്ക് യാത്ര ചെയ്യുവാനൊക്കെ ദൈവം സഹായിക്കുന്നുവല്ലോ. നമ്മൾ ഒരുമിച്ച് ഈ ബൈബിൾ കോളേജിലായിരിക്കുമ്പോൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവരെ ചേർത്ത് നിർത്താൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത്
ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നല്ല ദൈവമായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേക പ്രിയപ്പെട്ടവർ പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. ബൈബിൾ കോളേജിൽ ഏകദേശം 100-ൽ പരം ആൾക്കാർ എല്ലാ ദിവസവും നമ്മോടൊപ്പം ലൈവായിട്ട് ബൈബിൾ പഠിക്കുന്നു. പിന്നീട് അത് യൂട്യൂബിലൂടെ ഒക്കെ കേൾക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തോത്രം. ചില ഗാനങ്ങൾ പാടി നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ആദ്യമായിട്ട് പ്രിയ സിസ്റ്റർ ജെസ്സി കോയമ്പത്തൂരിൽ നിന്ന് ഒരു പാട്ട് പാടും. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ചാപ്പൽ സർവീസിലായിരിക്കുന്ന പ്രത്യേക ലാലു പാസ്റ്റർക്കും മറ്റു ദൈവദാസന്മാർക്കും, സൂമിലായിരിക്കുന്ന എന്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും എന്നുള്ള ഒരു ഹിന്ദി പാട്ടാണ് ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നത്. तू मेरा शरणस्थान, तू मेरा गण है, संकट में मेरा दोस्त, मेरा प्रभु, तू मेरा शरणस्थान, तू मेरा गण है, तू मेरा शरणस्थान, तू मेरा गण से, संकट में मेरा दोस्त, मेरा प्रभु। आराधना करो मैं पूरे दिल से, मैं तुझको ढूंढूंगा संपूर्ण जीवन में, तेरी सेवा करूंगा मेरी सारी चीजों से, मैं को यहाँ प्रभु, मैं को यहाँ प्रभु, मैं को यहाँ प्रभु, मैं को यहाँ, तू मेरा चरवाहा, मुझको चराएगा, मुझको संभालेगा, मेरा प्रभु। आराधना करूं मैं पूरे दिल से, मैं तुझको ढूंढूंगा संपूर्ण जीवन में, मेरी सेवा करूंगा तेरी सारे चीजों से, मैं को यहाँ प्रभु, मैं को यहाँ प्रभु, मैं को यहाँ प्रभु, मैं को यहाँ आड़ियनिदा देवा, आड़ियनिदा देवा, आड़ियनिदा देवा, ആടിയനിതാ. ആമേൻ. സമയം നൽകി തന്ന ലാലു പാസ്റ്ററോടും ഷാജി പാസ്റ്ററോടും എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇന്ന് രാത്രി നമ്മോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ പാട്ടൊക്കെ പാടി നമ്മളെ ഹെൽപ്പ് ചെയ്യുവാൻ ദൈവം ഇടയാക്കിയല്ലോ. ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ദൈവം തന്നെ വീണ്ടും സഹായിക്കട്ടെ.
പ്രൈസ് ലോർഡ്. നമുക്ക് ഒരു പാട്ടും കൂടെ, കഴിഞ്ഞ ആഴ്ച പ്രിയ രാജു പാസ്റ്ററുടെ വൈഫ് മനോഹരമായ ഒരു പാട്ട് എഴുതിയ തന്റെ സ്വതസിദ്ധമായ പാട്ട് പാടുവാൻ ഇടയായി തീർന്നു. ഇന്ന് കർത്താവിന്റെ ദാസൻ, ആ കുടുംബം വളരെ ആത്മാർത്ഥതയോടെ നമ്മുടെ എല്ലാ ബൈബിൾ ക്ലാസ്സിലും കയറുന്നതാണ്. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രിയ രാജു പി ജോയ് ഒരു പാട്ട് പാടി നമുക്ക് അവർ കുടുംബമായിട്ടോ എങ്ങനെയായാലും പാടാം. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ അകപ്പെ ഓൺലൈൻ ബൈബിൾ ക്ലാസ്സിനോടനുബന്ധിക്കപ്പെട്ട് ഈ ചാപ്പൽ സർവീസിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ അകപ്പെ ബൈബിൾ കോളേജിന്റെ പ്രസിഡന്റ് ബഹുമാന്യ കർത്തദാസൻ ഷാജി ഡാനിയൽ പാസ്റ്റർ, ഒപ്പം തന്നെ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ ലാലു ജേക്കബ് പാസ്റ്റർ, അതുപോലെ അധ്യാപക വൃന്ദങ്ങൾ, അതുപോലെ ഈ ചാപ്പൽ സർവീസിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും പരിചയമുള്ള സുപരിചിതമായ ഒരു പഴയ ഗാനം പാടുവാനായിട്ട് താല്പര്യപ്പെടുന്നു. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം. പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിടാം. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ഓ ഓ രാജ്യമൊരുക്കി താൻ വേഗം വരുന്നല്ലോ. പ്രിയൻ താൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. ഉണരുക ഉണരുക ദൈവജനമേ, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി. കാന്തൻ വന്നിടും കണ്ണുനീർ തുടയ്ക്കും, ദുഃഖങ്ങളെല്ലാം തീരാറായി. കാന്തൻ വന്നിടും കണ്ണുനീർ തുടയ്ക്കും, ദുഃഖങ്ങളെല്ലാം തീരാറായി. ഓ രാജ്യമൊരുക്കി താൻ വേഗം വരുന്നല്ലോ. പ്രിയൻ തൻ മണിനാദം അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. അങ്ങു ദൂരെ കേൾക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ ഗാനം പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവടിയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രത്യാശ നമുക്ക് വേണ്ടി രാജ്യം ഒരുക്കുന്ന ഒരു ദൈവമാണ്. ആ നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. കർത്താവിന്റെ ദാസൻ പാടിയ മനോഹര ഗാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് എഴുതിയത് ഫിലദൽഫിയ ചർച്ച് വടവാതൂർ, അതിൻ്റെയൊക്കെ സ്ഥാപക ദൈവദാസനായിരിക്കുന്ന മത്തായി പാസ്റ്ററാണ്.
ആ ദൈവസഭയെ കുറെ കാലം നമുക്ക് സപ്പോർട്ട് ചെയ്യുവാനൊക്കെ ഇടയായി തന്നു. ഇപ്പോൾ തന്റെ കൊച്ചുമകൻ ബിബിനാണ് ആ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ദൈവം തന്നെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നാം ഒരുമിച്ചായിരിക്കുന്നത് സ്തോത്രം ദൈവവചനം പഠിക്കുന്നതിനോടൊപ്പം ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ചില സാക്ഷ്യങ്ങളിലൂടെ സ്തോത്രം ദൈവാത്മാവ് നമ്മളോട് സംസാരിപ്പാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. നമുക്കറിയാം, ഇതിനകത്ത് വിവിധ രാജ്യത്തിൽ നിന്ന് വിവിധ സാഹചര്യത്തിലുള്ളവർ, അനേക ഏജ് ഉള്ളവർ അല്ലെങ്കിൽ കുറഞ്ഞവർ ഒക്കെ ഉണ്ട്. പല ഏജ് ലിമിറ്റ് ഉള്ളവരുണ്ട്. പല ടൈം സോണിൽ നിന്നാണ് നാം ജോയിൻ ചെയ്യുന്നത്. ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനൊക്കെ ദൈവം നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ സഹായിച്ചു. വ്യത്യസ്തമായ വിഷയങ്ങൾ നല്ല അനുഗ്രഹീതരായ ദൈവദാസന്മാർ എടുക്കുവാനൊക്കെ ദൈവം സഹായിച്ചല്ലോ. ഇന്ന് രാത്രി നാം അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിപ്പാൻ, ദൈവവചനത്തിലൂടെ, സാക്ഷ്യത്തിലൂടെ, ഹല്ലേലൂയ, ചില വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം ഇന്ന് രാത്രി നമ്മുടെ ദൈവം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ആശ ആന്റി പ്രാർത്ഥിച്ചാട്ട്. ആശ ബത്തേൽ, ബാംഗ്ലൂർ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണയുള്ള തമ്പുരാനെ, പരിശുദ്ധ പിതാവേ, സ്വർഗ്ഗത്തിലെ അപ്പച്ച, തിരുനാമത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ല ഈ പകൽക്കാലം കഴിഞ്ഞ് ഞങ്ങളുടെ സന്ധ്യായാമത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും ഒരു ദിവസം കൂടെ കൂടി വരുവാൻ തന്ന മഹാകൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ബൈബിൾ കോളേജിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് അനേക പ്രിയപ്പെട്ട അഭിഷിക്തന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ കർത്താവെ. ഇതിന്റെ ഹലയ മുൻതൂക്കം നൽകുന്ന കർത്താവ് ഞങ്ങളുടെ ഷാജി പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. ലാലു പാസ്റ്ററിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാല് ഞങ്ങൾ ഏറെ ഒത്തിരി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ബ്ലോസമ്മ ആന്റി ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ. യേശുവേ, ഞങ്ങൾ അനേക ടൈംസ് സ്റ്റോണിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ, അതിനായി ഞങ്ങൾ അനേക അല്ലെങ്കിൽ ദേശങ്ങളിൽ, അനേക പട്ടണങ്ങളിൽ ഞങ്ങൾ കർത്താവിനെ ഉയർത്തുവാൻ, അനേക ടൈം സോണിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇതൊരു വലിയ മഹത്വമായി തീരണം. ഒരു സാക്ഷിയെ ഉളവാക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പഠിക്കുവാൻ വിശിഷ്യ ജ്ഞാനം കൊണ്ട് നിറച്ച ദൈവമേ, ഞങ്ങളുടെ ഈ ക്ലാസ്സുകൾ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ് ആയി തീർന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദൈവത്തിനെ ആഴത്തിൽ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് തന്ന ഈ ബൈബിൾ കോളേജിനായി സ്തോത്രം കർത്താവെ. ഇപ്പോൾ ഖത്തറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ആ ഖത്തറിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നടക്കുന്ന സകല യുദ്ധത്തിന്റെ ഭീഷണികളെയും ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് മാറിപ്പോകാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന പട്ടണത്തിലെ ഞങ്ങൾ അവകാശികളാക്കി തീർത്ത ദേശത്ത് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ അല്പസമയം പാതവിടത്തെങ്കിൽ ഇരിക്കുന്ന കർത്താവ്, ഇതൊരു വലിയ ബ്ലെസ്സിങ് ആക്കി മാറ്റണം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ് ആയിരുന്നു കർത്താവ്. ഈ ആഴ്ച അതിലും വലിയ ബ്ലെസ്സിങ് ആക്കി തീർക്കണം. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട അഭിഷിക്തന്മാരെ ദൈവജനത്തെ, സഹോദരങ്ങളെ എല്ലാം ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെയാണ്. ആമേൻ. താങ്ക് യു പ്രിയ ആശ ആന്റി. ദൈവം സഹായിക്കട്ടെ. താനും കണ്ണിന്റെ എന്തോ ഓപ്പറേഷനൊക്കെ, കണ്ണിന്റെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നു എന്ന് എനിക്ക് രാവിലെ മെസ്സേജ് ഇടുവാനിടയായി തീർന്നു. പ്രത്യേക ആന്റിക്ക് വേണ്ടി നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവവചനം അയച്ച് തന്നെ സൗഖ്യമാക്കേണ്ടതിന് നാം ഒരുമിച്ച് അല്പസമയത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സാക്ഷി പറയുവാൻ നിങ്ങൾ മടി കാണിക്കരുത്. സാക്ഷി പറയുവാൻ ഈ ദൈവവചന പഠനം കൊണ്ടുണ്ടായ പ്രയോജനങ്ങളൊക്കെ ഞങ്ങൾക്ക് കേൾക്കുന്നത് അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യണം. അങ്ങനെ താല്പര്യമുള്ളവർ എനിക്കൊരു മെസ്സേജ് വിടണം. നിങ്ങൾക്ക് അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചതുപോലെ നമ്മോടൊപ്പം നമ്മോടൊപ്പം പ്രിയ സിസ്റ്റർ ബ്ലോസം വർഗീസ് ചേർന്നിട്ടുണ്ട്. ഫിലദൽഫിയയിൽ നിന്ന് വളരെ ശക്തമായി കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. ഇന്ന് രാത്രിയിൽ തന്നെ വളരെ ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം ഇന്ന് രാത്രി തന്നിലൂടെ തന്റെ സാക്ഷ്യങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. താനും അനേക ഗാനങ്ങളൊക്കെ എഴുതുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം, വചനം അല്പസമയം നമ്മോട് പങ്കുവയ്ക്കുന്നത് ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആ കർത്താവിന്റെ ദാസിയെ വളരെ ഹാർദവമായി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ചില മിനിറ്റുകൾ തന്റെ അനുഭവങ്ങൾ ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യും. അതിനായി പ്രിയ സിസ്റ്റർ ബ്ലോസം വർഗീസ്, പ്ലീസ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ സാക്ഷിയായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ കൃപയ്ക്കായിട്ട് ദൈവത്തിന് ആദ്യമായിട്ട് വളരെയധികം നന്ദി, സ്നേഹം അർപ്പിക്കുന്നു. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ലാലു ജേക്കബിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ ഭാരവാഹികളായ പാസ്റ്റർ ഷാജി ഡാനിയലിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇതിലേക്ക് പാസ്റ്റർ ലാലു ജേക്കബിനെ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ ആശാ ബദേൽ ബാംഗ്ലൂരാണ്. കർത്താവിന്റെ ദാസിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്ററുമായിട്ട് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പാണ് പരിചയപ്പെടുവാനും പരസ്പരം ആത്മീയ ബന്ധം പെടുവാനും ഇടയായത്. പറഞ്ഞു വന്നപ്പോൾ കർത്താവിന്റെ ദാസന്റെ വൈഫ് മേഴ്സി സിസ്റ്റർ ഞങ്ങളുടെ അയൽവാസികളാണ്. ഞങ്ങൾ സെയിം പുനലൂര് ഹല്ലേലൂയ സെയിം ഏരിയയിലൂടെ ഞങ്ങളുടെ പിതാക്കന്മാർ ആദ്യകാലങ്ങളില് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിയ കുടുംബങ്ങളാണ്. മേഴ്സിയുടെ ഫാദറും എൻ്റെ ഫാദറും എല്ലാം ഒന്നിച്ച് കർത്താവിന്റെ വയൽ പ്രദേശത്തെ അധ്വാനിച്ച ദൈവമക്കളാണ്. എന്നാൽ ഇന്ന് അവർ ഈ ഭൂമുഖത്തിൽ ഇല്ലെങ്കിലും അവരുടെ തലമുറകളെ കർത്താവ് ഉപയോഗിക്കുന്ന കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ പറഞ്ഞ പോലെ എൻ്റെ പേര് ബ്ലോസം. ഞാനിവിടെ ഫിലദൽഫിയയിലെ ക്യാമറ ഓണാക്കിയ ഉപകാരം ആരൊക്കെയോ കണ്ട് പറഞ്ഞിരുന്ന നല്ലതായിരുന്നു പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്യാമറ ഓണാക്കി പറയുക. പ്രൈസ് ദി ലോർഡ്. ഓക്കെ ആരൊക്കെ ആവശ്യപ്പെട്ടത് കൊണ്ടാ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ അറിയുന്ന പലരും മുഖങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓമന വർഗീസ് അമ്മച്ചിയുണ്ട്, ആശയുണ്ട്, അങ്ങനെ പലരും ഉണ്ടെന്ന് കരുതുന്നു. സ്തോത്രം, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. ഞാനിവിടെ ഫിലദൽഫിയയില് ആയിരിക്കുന്നു. USA കഴിഞ്ഞ 41 വർഷമായി ഈ ദേശത്തായിരിക്കാൻ ദൈവം കൃപ തന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തർക്കായിട്ട് സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ റിട്ടയർഡായിട്ട് ആയിരിക്കുന്നു. ദൈവം ഇപ്പോൾ ഒരു സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. ലേഡീസിന് വേണ്ടിയുള്ള നയോമി പ്രെയർ ഹൗസ് എന്നുള്ള സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. കർത്താവ് കൊണ്ടുവന്ന എല്ലാ വഴികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ പകലാണ്, നിങ്ങൾക്ക് രാത്രിയാണല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് ധാരാളമുണ്ട്. എങ്കിലും കർത്താവിന്റെ ദാസൻ പറഞ്ഞ സമയത്തെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എനിക്ക് 4 കുഞ്ഞുങ്ങളാണ്, 3 ഗേൾസും 1 മോനും. ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡ് ജോലിയിലായിരുന്നു. ഇവിടെ ഒരു മെഷീനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. എന്നാൽ 2003 കർത്താവിന്റെ ഹിതപ്രകാരം, കർത്താവിന്റെ പ്ലാൻ പ്രകാരം ഹല്ലേലൂയ സമർപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മിനിസ്ട്രി വർക്കിന് ഇറങ്ങി. ഹല്ലേലൂയ. എന്നാല് കർത്താവിന്റെ സമയത്ത് ഹല്ലേലൂയ കർത്താവ് തന്റെ ദാസനെ വിളിച്ച് വേർതിരിച്ച് 2016 ഹല്ലേലൂയ കർത്തസേനയിൽ ചേർക്കുവാനിടയായി. ഹല്ലേലൂയ. എല്ലാം ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരികയില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഞാൻ ഹല്ലേലൂയ എനിക്ക് സാക്ഷ്യം പറയുവാൻ ധാരാളമുണ്ടെങ്കിലും ചില വിഷയങ്ങൾ ഒരു ഇൻസിഡന്റ് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 3 ഗേൾസ് ആണെന്ന്. ഹല്ലേലൂയ. ആ സമയത്ത് വളരെ എല്ലാവർക്കും ആഗ്രഹങ്ങളാണ്. ഒരു 3 ഗേൾസ് ആകുമ്പോൾ ഒരു ബോയിയെ വേണം എന്നുള്ള ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു ഗേൾസിന് ആൺമക്കൾക്കുള്ളവർക്ക് ഒരു പെൺമക്കളെ ആവശ്യമാണ്, പെൺമക്കളുള്ളവർക്ക് ആൺമക്കളെ ആവശ്യമാണല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ആൺപൈതലിന് വേണ്ടി 3 ഗേൾസ് ആണ്. ഹല്ലേലൂയ. ദൈവത്തോട് വളരെ ഹന്ന എങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു അപ്രകാരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. എൻ്റെ സങ്കടം ദൈവത്തോട് പറയുകയുണ്ടായി. എന്ന് ദൈവം പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ എന്ന് പറയാതിരിക്കാൻ തരമില്ല. ഹല്ലേലൂയ. 2000 ഞങ്ങള് 39 ഇയേഴ്സ് ഞാൻ കണക്റ്റിക്കട്ടിലായിരുന്നു. കണക്റ്റിക്കട്ടിന്റെ അവിടെ നിന്ന് ഞങ്ങൾ ക്യൂൻസ് ചർച്ചിലായിരുന്നു.
പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഒരു ദൈവദാസൻ നാട്ടിൽ നിന്ന് വന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ചർച്ചിൽ വന്ന ആ ദേവദാസനെ ഞങ്ങളുടെ ഭവനത്തിൽ കൊണ്ടുവരികയുണ്ടായി. ഹല്ലേലൂയ. ദേവദാസൻ ചില ദിവസങ്ങളെ ഞങ്ങളുടെ ഭവനത്തിൽ പാർക്കുകയുണ്ടായി. അതിനുശേഷം കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ പോകാൻ നേരം എന്നോട് ഒരു ആലോചന പറഞ്ഞു. ആ വാക്യം 2 രാജാക്കന്മാർ 4:16 വാക്യം, അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുക നീ ഒരു മകനെ അണച്ചുകൊള്ളു. ഹല്ലേലൂയ. അപ്രകാരം എന്നോട് കർത്താവിന്റെ ദാസൻ ഒരു ദൂത് പറഞ്ഞു, വരുന്ന ആണ്ടിൽ ദൈവം നിനക്ക് ഒരു ആൺപൈതലിനെ തരുമെന്ന്. ഹല്ലേലൂയ. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണല്ലോ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണല്ലോ. അപ്രകാരം ദൈവം വാഗ്ദത്ത പ്രകാരം ഒരു പൈതലിനെ തരുവാൻ, ഒരു ആൺപൈതലിനെ തരുവാൻ ഇടയായി. ആ പൈതല് ഞാൻ ഓവറേജ് ആയി, ഹൈ ഡയബറ്റിക് ആയിരുന്നു. ഹല്ലേലൂയ. ആ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ദൂത് കർത്താവിന്റെ ദാസൻ പറയുകയുണ്ടായി. എന്നാലേ ഹല്ലേലൂയ ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 3-ാം മാസം ഹല്ലേലൂയ ഡോക്ടർ പറഞ്ഞു, നിന്റെ കുഞ്ഞ് ഒരു ഡൗൺ സിൻഡ്രം ബേബിയാണെന്ന്. ഹല്ലേലൂയ. എന്നാല് നിനക്ക് എന്ത് വേണം, ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണോ, അതോ ഈ കുഞ്ഞിനെ ഇവിടെ ഡൗൺ സിൻഡ്രം നോക്കുന്ന സ്ഥാപനത്തിൽ നിന്റെ കുഞ്ഞിനെ കൊടുക്കണമോ, എന്താ ഡെലിവറി കഴിഞ്ഞിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ഞാൻ എടുക്കുന്നില്ല, ഇത് ഒരു പ്രോമിസ് ബേബിയാണ്, അപ്രകാരം ദൈവം വാഗ്ദത്തം ചെയ്ത ഒരു പൈതലാണ് എന്ന് ഡോക്ടറോട് പറയുണ്ടായ പ്രകാരം ഞാൻ വളരെ ഡയബറ്റിക് ഹൈ ഡയബറ്റിക് ആയതുകൊണ്ട് കോംപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്. എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ എങ്ങനെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അപ്രകാരം ദൈവസന്നിധിയിൽ ദിവസവും എൻ്റെ വയറ്റിൽ കൈവച്ച് ദൈവത്തോട് ദൈവമേ നീ വാഗ്ദത്തം പറഞ്ഞതാണല്ലോ, ഒരു അംഗവൈകല്യം ഡൗൺ സിൻഡ്രം ബേബി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഹല്ലേലൂയ. അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞ്. എന്നാൽ ദൈവസന്നിധിയിൽ വളരെയധികം പ്രാർത്ഥിച്ചു. അപ്രകാരം ദൈവം അതിന്റെ സമയമായപ്പോൾ ഒരു നോർമൽ ബേബിയെ തരുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് അവന് 24 വയസ്സുണ്ട്. ഹല്ലേലൂയ. നോർമൽ ബേബി ആയിട്ട് കർത്താവിന്റെ കൃപയിൽ അവൻ മുന്നോട്ട് പോകുന്നു. അവൻ പ്രോമിസ് ബേബിയാണ്. എന്നാല് ദൈവത്തിന്റെ ആ പ്രോമിസിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ദൈവമക്കളാകുന്ന എല്ലാവരും അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രോമിസ് ബേബിയെ പിശാച് ഏത് രീതിയിലെങ്കിലും തടഞ്ഞ് നിർത്തുവാനാണല്ലോ നോക്കുന്നത്. എന്നാല് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവം അവനെ തക്ക സമയത്ത് പുറത്തു കൊണ്ടുവന്ന് കർത്താവിന്റെ വേലയിലായിരിക്കാൻ പ്രത്യേകാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, വിടിവിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റി തരാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇത് അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജാണല്ലോ. അനേക ദൈവദാസന്മാരെ ഇതില് ഓരോ ദിവസവും മൺഡേ ടു ഫ്രൈഡേ വരെ വന്ന് അനേക വാഗ്ദത്തങ്ങളെ ഹല്ലേലൂയ അനേക പ്രോമിസുകൾ എല്ലാം നമ്മളോട് പറയുന്നുണ്ട്. എന്നാല് വാഗ്ദത്തത്തിന് സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം അത് നിറവേറ്റി തരുന്ന ദൈവമാണ്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ട്. യെരമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ദൈവം നമ്മളോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ അനുഭവമായിട്ടുള്ളത്. ഹല്ലേലൂയ. ആയതിനാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ അനേക പ്രോമിസുകൾ കേട്ടിട്ടുണ്ട്, അനേക വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാല് അതിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ വാഗ്ദത്തം നിറവേറ്റാൻ സർവശക്തിയുള്ള ദൈവമാകയാൽ ആ ദൈവത്തിന്റെ കരങ്ങളിലെ പരമേൽപ്പിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് അത് നിറവേറ്റുക തന്നെ ചെയ്യും. വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. എനിക്കത് കർത്താവ് നിറവേറ്റി തരും, ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിൽ ആ വിഷയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുകയാണ് ഏറ്റവും വലുത്, അത്യന്താപേക്ഷിതമായിട്ട്. വിശ്വസിച്ചില്ലെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. വിശ്വാസം ഹല്ലേലൂയ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ആയതിനാൽ വിശ്വാസം കേൾവിയാലും വചനത്താലുമാണല്ലോ. ഹല്ലേലൂയ. ആയതിനാൽ ആ വചനപ്രകാരം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നിറവേറ്റി
തന്നെ ചെയ്യും. ഹാലേലൂയ. എൻ്റെ അനവധി വിഷയങ്ങളുണ്ട് ഇവിടെ. എൻ്റെ അപ്രകാരം 41 വർഷത്തെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ അനേക സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതിനുള്ള സമയമില്ലല്ലോ. എന്നാൽ ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല. കോവിഡിൻ്റെ സമയത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാനും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലായി തീരുവാനും ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. കോവിഡിന്റെ സമയത്ത് ഹല്ലേലൂയ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് കൂടുതൽ അടുത്ത് അവനെ രുചിച്ചറിയുവാനും ആയിത്തീരുവാനും എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി. അപ്രകാരം ആയിരുന്നപ്പോൾ കോവിഡിന്റെ സമയത്ത് ദൈവനോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്ത് അങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ 4 പാട്ടുകൾ എൻ്റെ ജീവിതത്തോട് അനുഭവപ്പെട്ട് 4 പാട്ടുകൾ എഴുതി റെക്കോർഡ് ചെയ്യുവാൻ ദൈവം എനിക്ക് സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. പാട്ടുകളെ ഹല്ലേലൂയ യൂട്യൂബിൽ ഉണ്ട്. ഹല്ലേലൂയ. അത് ജീവിതത്തിന്റെ പ്രയാസവേളകളിൽ പ്രതിസന്ധി വേളകളിൽ ഹല്ലേലൂയ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ആ പാട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അപ്രകാരം നിങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഗ്രൂപ്പിലെ പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ബൈബിൾ കോളേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. നമ്മൾ വചനം കേട്ടുകൊണ്ട് മാത്രം പോകാതെ ഹല്ലേലൂയ വചനം അനുസരിക്കുന്നവരായി ഹല്ലേലൂയ അതിൻ പ്രകാരം ജീവിച്ച് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്ത് കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് അറിയുന്നില്ല. ഏത് സമയത്ത് ഒരുങ്ങി പാർത്ത് ജീവിപ്പാനും കർത്താവിനോട് ഹല്ലേലൂയ ആ നിത്യതയിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേലും ഹല്ലേലൂയ ആ നിത്യതയിൽ കാണത്തക്കവണ്ണം കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ദൈവം എനിക്ക് സാവകാശം സമയം തരുന്ന പോലെ ഈ ബൈബിൾ കോളേജിലെ ക്ലാസ്സുകള് ഞാൻ കേൾക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് 2-3 പെൺകുഞ്ഞുങ്ങളുള്ള 2 പേര് വിവാഹം കഴിച്ചു. ഇനിയും ഒരു മോള് ഒരു മോനുണ്ട്. മോനെ ഏറ്റവും ഇളയതാണ്. ഹല്ലേലൂയ. അവനെ ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഓരോ ദിവസവും നടത്തുന്ന വിധങ്ങളെ ഓർത്താൽ നമുക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാവും. നമ്മളെ പോലെ പ്രായം കുറഞ്ഞ ഈ ദിവസങ്ങളിൽ പ്രായം കുറഞ്ഞ അനേക കുഞ്ഞുങ്ങളാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മധ്യേ ദൈവം നമ്മളെ നടത്തുന്ന അവിടുത്തെ വലിയ കൃപകളെ ഓർത്താൽ എത്രമാത്രം നന്ദി പറഞ്ഞാൽ മതിയാവും. ആ ദൈവത്തിന് നന്ദി സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ ലാലു ജേക്കബ് പാസ്റ്ററിന് എൻ്റെ ഹൃദയംഗമായ നന്ദി സ്നേഹവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രിയ കർത്താവിന്റെ ദാസിക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട് തൻ്റെ കൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും വളരെ ഹാർദവമായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം തന്നെ സഹായിക്കട്ടെ, തന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ, തലമുറകളെയൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിർപ്പാൻ ദൈവം സഹായിക്കട്ടെ. തന്റെ തിക്തമായ സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. തന്റെ പാട്ടുകളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ദൈവം സഹായിച്ചാൽ ഞാൻ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താൻ നടത്തുന്ന ഒരു സൂം പ്രയർ മീറ്റിംഗ് ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയും. അതിലൊക്കെ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് ജോയിൻ ചെയ്യുക. തന്റെ പ്രവർത്തനങ്ങളെ ഒക്കെ ഹല്ലേലൂയ സപ്പോർട്ട് ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ പല പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കൂടെ അനേക പാട്ട് എഴുതുന്നവരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ആരാണ്? പ്രിയ കൊച്ചുമോൾ ദോഹയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് ഇപ്പോൾ പാടും. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ ചാപ്പൽ സർവീസിൽ എനിക്ക് ഒരു ഭാഗമായി തീരുവാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ വൻകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴൊരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നു കരുതലിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല
എന്നും കരുതലിൽ വഹിച്ചവനെ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. നന്ദിയല്ല ഇല്ലൊന്നുമില്ല എന്നു കരുതലിൽ വഹിച്ചവനെ. നന്ദിയല്ല ഇല്ലൊന്നുമില്ല എന്നു കരുതലിൽ വഹിച്ചവനെ. ഓടിമായും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓടിമായും നാളുകളെല്ലാം ഓർപ്പിക്കുന്നു നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. മനവേദകൾ നീ എന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനവേദകൾ നീ എന്നും കണ്ടു മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ. താങ്ക് യു. താങ്ക് യു. ദൈവം സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഗാനം പാടുവാൻ പ്രിയ സഹോദരിയെ ദൈവം സഹായിച്ചല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. വന്ന വഴികൾ നാം മറക്കാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവം സഹായിക്കട്ടെ. കർത്താവിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് നന്ദിയില്ലായ്മയും അഹങ്കാരവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ വന്ന വഴികൾ മറക്കാതെ കർത്താവിനെ സ്നേഹിച്ച് സേവിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും പാടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എന്തെങ്കിലും പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി എനിക്ക് ഷെയർ ചെയ്യണം. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് ഇനി അല്പസമയം ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് തങ്കച്ചൻ പ്രൈസ് ദി ലോർഡ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ കർത്താവിന്റെ ദാസൻ എന്നോടൊപ്പം അനേക വർഷം എനിക്കൊരു അനുഗ്രഹമായി നിലനിന്നു. എന്നാൽ ഇപ്പോൾ താൻ ചിനു ജോർജ് പാസ്റ്ററുടെ ദോഹയിലുള്ള സഭയുടെ ശുശ്രൂഷകനാണ്. നമ്മളോടൊപ്പം ദൈവവചനം പഠിക്കുവാൻ പല സെമിസ്റ്ററുകളായി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അല്പസമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസനാണ്. അദ്ദേഹം ഈ ദോഹയിൽ നല്ലൊരു ശുശ്രൂഷ ചെയ്തു വരുന്നു. തുടർന്ന് അദ്ദേഹം അല്പസമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. പാസ്റ്റർ സന്തോഷം.
ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. എന്റെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ചാപ്പൽ സർവീസായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തല്ലോ. ഈ പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിന് നന്ദി. അതിലുപരിയായി ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് പ്രിയ ലാലുപാസനും അഗാപ്പെ ബൈബിൾ സ്കൂളിനും എല്ലാം നന്ദി പറയുകയാണ്. കാരണം നമ്മുടെ ഇഷ്ടമോ നമ്മുടെ ഹിതമോ ഒന്നുമല്ല. ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുക, ദൈവം എങ്ങനെയാ കരുതുക, ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി ചാപ്പൽ സർവീസിൽ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവത്തിന് മഹത്വം, എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാ സ്റ്റുഡൻസിനും, കാരണം നമ്മളൊക്കെ വചനം പഠിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണല്ലോ. വചനം നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അത് എത്രത്തോളം നമുക്ക് അനുഗ്രഹമാക്കി തമ്പുരാൻ മാറ്റുന്നുണ്ട്. ഒരിക്കൽ കൂടെ വന്ദനം അർപ്പിക്കുന്നു. ചുരുങ്ങിയ ഒരു സമയമേ ഉള്ളൂ. ചുരുങ്ങിയ സമയത്തിനകത്ത് ദൈവം നൽകിയ ഒരു ആലോചന ഒരുമിച്ച് നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. മത്തായി സുവിശേഷം അതിന്റെ 18-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യ നമുക്ക് ഒത്തിരി പരിചയമുള്ള, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു വാക്ക. മത്തായി സുവിശേഷം 18-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഐക്യമത്യപ്പെട്ടുള്ള ഒരു പ്രാർത്ഥന. ഒരുമിച്ച് ഇന്ന് രാത്രി ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് രാത്രി നമ്മൾക്ക് ഒത്തിരി വിഷയങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ കൂടി വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രാർത്ഥനാ വിഷയങ്ങളും പലതിന്റെ മറുപടി ലഭിക്കാതെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, സഭയായി പ്രാർത്ഥിക്കുന്ന, കുടുംബമായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ ആഗ്രഹത്തോടെ ഇരിക്കെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നപ്പാ. ഈ നല്ല രാത്രി കാലത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ ഈ ചാപ്പൽ സർവീസിനായി സ്തോത്രം. അഗാപ്പെ ബൈബിൾ സ്കൂളിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനവുമായി അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാ. അവിടുന്ന് ഞങ്ങളോട് ഇടപെടണം, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്ന് അവിടുന്ന് മറുപടി നൽകുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ജോയിൻ ചെയ്തത് ഞങ്ങളുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. അവിടുന്ന് പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ വെച്ച് രണ്ടുപേർ ഒരു വിഷയത്തിന്റെ മേൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ദൈവമക്കളുടെ ഇടയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം ഐക്യത. മറ്റെങ്ങുമില്ലെങ്കിലും ദൈവമക്കളുടെ ഇടയിൽ ഒരു ഐക്യത എപ്പോഴും ഉണ്ട്. അത് നമ്മുടെ സഭയിലായാലും നമ്മുടെ കുടുംബത്തിലായാലും ഏത് മേഖലയിലായാലും നമുക്കൊരു ഐക്യത ദൈവമക്കളുടെ ഇടയിലുണ്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഐക്യമത്യപ്പെട്ടുള്ള ഒരു പ്രാർത്ഥന മറുപടി കൊണ്ടുവരും. അപ്പൊ ചോദിക്കും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ, എൻ്റെ കൂടെ ആരും പ്രാർത്ഥിക്കാൻ ഇല്ലല്ലോ. അങ്ങനെയുള്ള ഒരു വശമുണ്ട്. കൂടി നിന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഒരു സഹകരണം ഇല്ലാതെ, ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരത്തില്ലേ? തീർച്ചയായിട്ടും തരും. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട് കൂടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കാനിരിക്കുന്നത്, നിങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവുണ്ട്. വചനം പറയുന്നു, നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുണ നിൽക്കുന്നു. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വ്യക്തികളായിരിക്കുമ്പോൾ, ദൈവജനമായിരിക്കുമ്പോൾ ഒരുമനപ്പെട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരുമനപ്പെട്ടുള്ള ഒരു നിലവിളി ചില അത്ഭുതങ്ങളുടെ വാതിലുകളെ തുറക്കും. ഒരുമനപ്പെട്ടുള്ള ഒരു നിലവിളി പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയത് മടക്കി കൊണ്ടുവരുവാനിടയാകും. ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന ദൈവം ചെയ്യുമെന്ന് അരുളി ചെയ്ത ചില പ്രവൃത്തികളെ മാറ്റിവെക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ മാറ്റിക്കളയുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളോടും, കുടുംബമായി പ്രാർത്ഥിക്കുന്ന, സഭയായി പ്രാർത്ഥിക്കുന്ന, ഏതെങ്കിലും ഒരു വിഷയവുമായിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ഈ ചാപ്പൽ സർവീസിൽ പങ്കെടുക്കുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് ആത്മാവിൽ ദൂത് പറയട്ടെ. ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ ഭവനത്തിനകത്ത് പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടും. ആമേൻ. വർഷങ്ങൾ പ്രാർത്ഥിച്ച സെഖരിയാവിനും എലിസബത്തിനും വേണ്ടി ഒരു ദിവസം അവരുടെ
മറുപടിയുമായി ദൂതൻ ഇറങ്ങിയെങ്കിൽ എത്ര വർഷം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് വചനത്തിൽ അറിയത്തില്ല. അനേക വർഷങ്ങൾ അവരുടെ പ്രാർത്ഥനയുമായി അവർ മുന്നോട്ട് പോയി. അവരുടെ പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു, അവർക്ക് തലമുറയില്ല. എന്നാൽ ഒരു ദിവസം അതിന്റെ സമയമായപ്പോൾ, മറുപടി വെളിപ്പെടേണ്ട സമയമായപ്പോൾ, ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സെഖരിയാവിന്റെ അടുത്ത് ദൂതൻ ഇറങ്ങിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സെഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. ഈ രാത്രി അത് സംഭവിച്ചതിനായി സ്തോത്രം ഒന്ന് ചെയ്യാമോ? നിങ്ങൾ ചില നാളുകളായി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, ആഴ്ചകളായി പ്രാർത്ഥിക്കുന്നതായിക്കോട്ടെ, ദൈവത്തിന് സമയം ഒരു വിഷയമല്ല. ഇന്ന് രാത്രി ഒന്നുകൂടെ ഒന്ന് തമ്പുരാന്റെ കരത്തിൽ ഏൽപ്പിക്ക്. സഭയായിട്ട് അതിന്റെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ഇന്ന് രാത്രി ആ മറുപടി എന്റെ കരത്തിൽ വന്ന് ചേരട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കർത്താവിന്റെ അടുത്ത് മാർത്ത എന്ന സഹോദരി വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഭവനത്തിൽ, മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ വലിയൊരു പ്രയാസമുണ്ടായി, വലിയൊരു നിലവിളിയായി, ഒരു കരച്ചിലായി, ദുഃഖമായി ഇരിക്കുമ്പോൾ കർത്താവ് ആ ഭവനത്തിലേക്ക് വരുമ്പോൾ മാർത്ത പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. മാർത്തയുടെ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ കർത്താവിനോടുള്ള ഒരു സംഭാഷണം. ആ വാക്ക് ശ്രദ്ധിക്കണമേ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പൊ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ പലതും മാറിപ്പോകത്തില്ലേ? പല അനർത്ഥങ്ങളും നമ്മളെ തൊടാതെ മാറിപ്പോകത്തില്ലേ? പല പ്രതികൂലങ്ങളും നമ്മുടെ ഭവനത്തിനകത്ത് കയറാതെ മാറിപ്പോകത്തില്ലേ? ശത്രുവിന്റെ പദ്ധതികളൊന്നും ഭവനത്തിനകത്ത് കയറാതെ മാറിപ്പോകത്തില്ലേ? ഇന്ന് രാത്രി നമ്മുടെ ഭവനങ്ങൾ കർത്താവ് വസിക്കുന്ന ഭവനങ്ങളായി മാറട്ടെ. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും കർത്താവിനെ കൂടെ ചെയ്യുന്ന പ്രവൃത്തികളായി മാറട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇന്ന് രാത്രി നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒന്ന് ശോധന ചെയ്തേ. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളത് കർത്താവിൽ ആശ്രയിച്ചാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണോ ചെയ്യുന്നത്? ആ ഒരു വാക്യം എത്ര ഭയങ്കരമാ! എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് തന്നെയാ മറിയ പറഞ്ഞത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങൾക്കകത്തെല്ലാം കർത്താവ് വസിക്കുന്ന ഭവനങ്ങളായി മാറട്ടെ. എവിടെയെങ്കിലും പിശാച് ഭവനത്തിനകത്തു കയറിയിട്ടുണ്ടെങ്കിൽ, ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഭവനത്തിനകത്ത് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇരുട്ടിന്റെ പ്രവൃത്തികളെ അഴിച്ചു ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അന്യായമായി ഭവനങ്ങൾക്കകത്ത് നിൽക്കുന്ന സകല ഇരുട്ടിന്റെ പദ്ധതികളും, സകല രോഗത്തിന്റെ ബന്ധനങ്ങളും, സകല മേഖലകളിലും കഷ്ടത അനുഭവിപ്പിക്കുന്ന, സകല മേഖലകളിലും പ്രയാസപ്പെടുത്തുന്ന സകല അന്ധകാര മണ്ഡലങ്ങളുടെ മേലും ഇന്ന് രാത്രി ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. തമ്പുരാൻ വസിക്കുന്ന ഭവനങ്ങളായി ഇന്ന് രാത്രി ഈ ചാപ്പൽ സർവീസിൽ പങ്കെടുത്ത സകല കുടുംബങ്ങൾക്കകത്തും, സകല വ്യക്തികൾക്ക് ഭവനങ്ങൾക്കകത്തും എന്റെ തമ്പുരാൻ വസിക്കുന്ന ഭവനമായി മാറട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ പ്രാർത്ഥന വെളിപ്പെടുന്ന ഭവനമായി മാറട്ടെ. ആമേൻ. പ്രിയ ആന്റി സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഞങ്ങൾക്കൊരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. അതെത്ര അനുഗ്രഹമാ! ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ, അത് ഭയങ്കര 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 ബ്ലെസ്സിങ് ആണ്. എവിടെ പ്രാർത്ഥന ഉയരുന്നോ അവിടെ മറുപടി ഉണ്ട്. എവിടെ ഐക്യത വെളിപ്പെട്ട് പ്രാർത്ഥന നടക്കുന്നോ അവിടെ അത്ഭുതം സംഭവിക്കും. ഇവിടെ മാർത്ത പറയുക, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. സാഹചര്യമൊക്കെ നമുക്കറിയാം, നമ്മൾ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് കേൾക്കുന്നേ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വാക്യങ്ങൾ മാത്രം പറഞ്ഞത്. അപ്പൊ കർത്താവ് പറഞ്ഞു, അവൻ പുറത്തു വരും, അവന് ജീവൻ പ്രാപിക്കും. പക്ഷെ ഇതൊന്നും മറിയ വിശ്വസിച്ചില്ല. മാർത്ത വിശ്വസിച്ചില്ല. എന്നിട്ട് പറയുക, അവൾ അവനോട്, ഊവ കർത്താവെ, ലോകത്തിൽ വരുവാനുള്ള പുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞു,
മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. പ്രാർത്ഥനയുണ്ട്, പക്ഷെ വിശ്വാസമില്ല. ആമേൻ. പ്രാർത്ഥനയുണ്ട്, അത് നടക്കുമെന്നുള്ള വിശ്വാസമില്ല. അത് പിശാച് കൊണ്ടിടുന്ന. ഇന്ന് രാത്രി അവിശ്വാസം ഇടുന്ന സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ് പുറത്തു പോകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, പക്ഷെ മറുപടി വെളിപ്പെടുമെന്ന് ഉറപ്പില്ല. അങ്ങനെ ചിന്തകൾ ഇടുന്ന സകല നുഖത്തെയും ഇന്ന് രാത്രി അറക്കുകയാണ്. കർത്താവ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടും പുള്ളിക്കാരി അതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് ഭവനത്തിനകത്തേക്ക് മടങ്ങിപ്പോയിട്ട് മറിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 28-ാമത്തെ വാക്യം, തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചിട്ട്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു. എന്നതാ പറഞ്ഞേ? ഗുരു വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു. മാർത്ത കർത്താവിനോട് സംസാരിച്ച കാര്യങ്ങളോ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചെന്നോ, കർത്താവ് ഇങ്ങനെ വന്നെന്നോ ഒന്നും മാർത്ത മറിയോട് പറഞ്ഞില്ല. ആകെ പറഞ്ഞത് ഒറ്റ കാര്യം, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു. ഇത് കേട്ട ഉടനെ മറിയ എഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കൽ പോയി. എന്നിട്ട് 32-ാമത്തെ വാക്യം, മറിയയുടെ വാക്ക് കർത്താവിനോട്, യേശു ഇരിക്കുന്നിടത്ത് മറിയ ചെന്നു, അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. ആമേൻ. വ്യത്യാസം നോക്കിയേ. ഒരാൾ ചെന്ന് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് തിരിച്ചു പോന്നു, വിശ്വാസമില്ല, പക്ഷെ പ്രാർത്ഥനാ വിഷയം കൊടുത്തിട്ട് പോന്നു. എന്നാൽ രണ്ടാമത്തെ ആള് ചെന്ന് എന്താ ചെയ്തേ? കാൽക്കൽ വീണു. ആമേൻ. ഇന്ന് ചില പ്രാർത്ഥനകൾ നിങ്ങളുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറട്ടെ. പ്രാർത്ഥനകൾ ചില മേഖലകളിൽ ഒതുങ്ങിപ്പോയത്, ചില രീതികളിൽ ഒതുങ്ങിപ്പോയത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. പിശാച് ചില ഒരേ ലെവലിൽ നമ്മളെ ഇട്ട് കുരുക്കി കളയുന്ന മേഖലകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. കാൽക്കലങ്ങ് വീണു. എന്നിട്ട് മറിയയുടെ വാക്ക് കേൾക്കണേ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മാർത്ത പറഞ്ഞത് എന്താ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. നോക്കേ, സെയിം വാക്ക് തന്നെ, രണ്ടുപേരും ഒത്തില്ല. മാർത്ത പറഞ്ഞു, മറിയേ, ഞാൻ ഇങ്ങനെയാ കർത്താവിനോട് പറഞ്ഞത്, അതുകൊണ്ട് നീയും ഇങ്ങനെ തന്നെ പറയണമെന്ന് പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു. പക്ഷെ ഇത് ഐക്യതയാ കേട്ടോ, കുടുംബത്തിനകത്തെ ഒരു ഐക്യതയാ. സഹോദരൻ ലാസർ രണ്ടുപേരുടെയും കൂടെ സഹോദരനാ. മാർത്തയുടെ മാത്രം സഹോദരനല്ല, മറിയയുടെ മാത്രം സഹോദരനല്ല, രണ്ടുപേരുടെ സഹോദരനാ. അവർ ഒരുപാട് സ്നേഹിച്ച സഹോദരനാ. അപ്പൊ ആ ഹൃദയങ്ങൾ തമ്മിലുള്ള ഐക്യത, രണ്ടുപേരുടെ നാവിൽ നിന്ന് ഒരേ കാര്യം തന്നെ വന്നത്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളോടും ഓരോ വ്യക്തികളോടും, നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ ജീവിത പങ്കാളി ആയിക്കോട്ടെ, നിങ്ങളുടെ തലമുറകളായിക്കോട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളായിക്കോട്ടെ, നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയിൽ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന, നിങ്ങൾ ഒരുമിച്ചൊന്ന് കൈകോർത്ത് പിടിച്ച് ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അതിന്മേൽ മറുപടി അയക്കും. ഹല്ലേലൂയ. എത്ര പേര് രാത്രി ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥനയിൽ കയറി വരാൻ ഉത്സാഹപ്പെടുന്നുണ്ട്? ചില നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ശുഷ്കിച്ചു പോകുന്ന ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ചില നാളുകൾ കഴിയുമ്പോൾ മടുത്തു പോകുന്ന ഒരു അനുഭവമാണ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ മടുത്തു പോകരുത്. എന്താ മടുപ്പുണ്ടാവാൻ കാരണം? മറുപടി ലഭിക്കുന്നില്ല. അപ്പൊ പിശാച് പറയും, നീ ഇത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ? അല്ലേ പോട്ടെ, കൂടെ ഇരിക്കുന്നവര് പറയും, നീ ഇത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നില്ലേ? മറുപടിയില്ല. നമ്മളെ മടുപ്പിക്കുന്ന മണ്ഡലങ്ങൾ, അതിനെ ക്യാൻസൽ ചെയ്യണം, അതിനെ മൈൻഡ് ചെയ്യരുത്. മറിയയുടെ വാക്കും ഇത് തന്നെയാ, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇന്ന് രാത്രി നമുക്കൊന്ന് ശോധന ചെയ്യാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ തമ്പുരാനുണ്ടോ? അല്ലെങ്കിൽ എന്റെ കൂടെ, എന്റെ ഉള്ളിൽ എന്റെ കർത്താവ് വസിക്കുന്നുണ്ടോ? എനിക്ക് കർത്താവിൽ വസിക്കാൻ സാധിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് മടക്കി പിടിച്ചേ.
ഒരു ദിവസം നിങ്ങൾക്ക് കർത്താവിനെ നഷ്ടമായാൽ തിരികെ പിടിക്കാൻ എത്ര ദിവസം എടുക്കും? ഒരു ദിവസം കർത്താവുമായുള്ള ബന്ധം ഒന്ന് വിട്ടുപോയാൽ തിരികെ പിടിക്കാൻ എത്ര ദിവസം എടുക്കും? പ്രാർത്ഥനയിൽ ഒന്ന് കുറഞ്ഞു പോയേ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് കുഞ്ഞായിരിക്കുമ്പം ദേവാലയത്തിൽ പോയി തിരിച്ചു വരുമ്പം ഒരു ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും കുഞ്ഞിനെ അന്വേഷിച്ചു, കാണുന്നില്ല. അപ്പൊ ആ അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്തം എത്ര ഉണ്ട്? ഹല്ലേലൂയ. ഒരു ദിവസത്തെ വഴിയാത്ര കഴിഞ്ഞപ്പോഴാ കുഞ്ഞിനെ അന്വേഷിക്കുന്നത്. അവര് വിചാരിച്ചു കുറെ കാണും, അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെ കാണുമൊക്കെ എന്നൊക്കെ. പക്ഷെ ഇല്ലായിരുന്നു കുഞ്ഞ്. തിരിച്ചുപോയി, ആലയത്തിൽ പോയി. എത്ര ദിവസം തപ്പി കർത്താവിനെ? കുഞ്ഞായിരിക്കുമ്പം 3 ദിവസം തപ്പി. ഒരു ദിവസത്തെ ബന്ധം വിട്ടുപോയപ്പോൾ അവിടെ ചെന്ന് 3 ദിവസം തപ്പണ്ടി വന്ന് കർത്താവുമായിട്ട് വീണ്ടും കണക്ട് ആവാൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം പോലും പ്രാർത്ഥന മുറിഞ്ഞു പോകരുത്. കർത്താവുമായിട്ടുള്ള ബന്ധം കട്ടായി പോകരുത്. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധം ഒരിക്കലും കട്ടാവരുത്. ഒരു സെക്കൻഡ് പോലും പിരിഞ്ഞിരിക്കരുത്. ഒരു സെക്കൻഡ് പോലും ആ ബന്ധം കട്ടായി പോകരുത്. ഒരു നിമിഷമെങ്കിലും കട്ടായി പോയാൽ പിന്നെ ഒന്ന് തിരികെ പിടിക്കാൻ വളരെ പ്രയാസപ്പെടും. അപ്പൊ മറിയയും മാർത്തയും വിശ്വസിക്കുന്നു, കർത്താവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പല അനർത്ഥങ്ങളും വന്നു കയറുന്നെങ്കിൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, തമ്പുരാന്റെ സാന്നിധ്യം അവിടെ നിന്ന് ഇല്ലാതായി. കർത്താവ് പടകിൽ ഉറങ്ങിപ്പോയപ്പോൾ തിര കയറിയാത്ത മാറിപ്പോയില്ല, ഒന്ന് ഉറങ്ങിയതേ ഉള്ളൂ അല്പസമയം. അതെന്തിനാ? അവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. ഒരിക്കലും കർത്താവ് വിട്ടിട്ട് പോകത്തില്ല. കർത്താവ് വിളിച്ചിറക്കിയത് അക്കരെ പോമെന്ന്. വിട്ടിട്ട് പോകത്തില്ല കർത്താവ്. ഇവര് ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ തമ്പുരാൻ അവിടെ ഉണർന്ന അടിച്ച പൈശാചിക ശക്തികളെ, ആ കാറ്റിനെ കർത്താവ് ശാസിച്ചു. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, അതിന് യാതൊരു മാറ്റമില്ല. പക്ഷെ ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ, ഇവരെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി മാത്രം തലങ്ങളെ വെച്ച് ഉറങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോഴും നമുക്കറിയാം കർത്താവ് ഉറങ്ങിയിട്ടില്ല. കർത്താവ് ഉറങ്ങത്തില്ല. കാരണം നമ്മളെ കാണുന്ന, നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു കണ്ണുകളുണ്ട്. പത്രോസിന്റെ പടക ശൂന്യമായിട്ട് അവര് പടകിൻ വലയും കഴുകുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യങ്ങളാ, കർത്താവ് അവരെ കണ്ടു. ഇന്ന് രാത്രി എന്നെ നിങ്ങളെ കണ്ടത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ രാത്രിയിൽ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. കർത്താവ് കണ്ടതുകൊണ്ട് മാത്രം. ആമേൻ. മടങ്ങി വരാം. ഇന്ന് രാത്രിയിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി. പല ഭവനങ്ങൾക്കകത്തുമുള്ള ഒരു പ്രതിസന്ധി ഇതാ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. 2 പേരെ വിളിക്കുമ്പോൾ 2 പേര് മാറിപ്പോ. 3 പേരുണ്ടെങ്കിൽ ഒരാൾ പ്രാർത്ഥിക്കും, 2 പേര് 2 വഴിക്കാം. ഇന്ന് രാത്രി ആ ഒരു പൈശാചിക കെട്ടുന്ന രാത്രി അഴിയട്ടെ. കുടുംബങ്ങൾക്കകത്ത് ഒരുമനപ്പെട്ടുള്ള നിലവിളി പ്രാർത്ഥന ഉയരട്ടെ. ചിലതിനെ പിടിച്ചെടുക്കുന്ന തരത്തിൽ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞതുപോലെ, ഇന്ന് രാത്രി കുടുംബങ്ങൾക്കകത്ത്, സഭകൾക്കകത്ത് ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥനയും നിലവിളിയും ഉയരട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന സകല കുടുംബങ്ങളുടെ മേലും ആ ഐക്യത വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. 2 പേരുടെയും പ്രാർത്ഥന, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ. കാരണം അത് ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥനയാ. 2 പേർക്കും ഒരേ വേദനയാ, 2 പേർക്കും ഒരേ പ്രയാസമാ. അങ്ങനെ 2 പേരുടെ സഹോദരനാ മാറ്റപ്പെട്ടു പോയത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, പലതും നമ്മളിൽ നിന്ന് പിശാച് കവർന്നുകൊണ്ട് പോയെങ്കിൽ, പലതും ഇല്ലാതാക്കിയെങ്കിൽ, ഇന്ന് രാത്രി നമ്മളുടെ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന തിരികെ പിടിക്കാൻ അത് കാരണമായി തീരും. അത് മടക്കി കൊണ്ടുവരാൻ അത് കാരണമാക്കി തീർക്കും. ഇന്ന് രാത്രി യോവേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, തുള്ളനും വിട്ടിലും വെട്ടുക്കിളിയും പച്ചപ്പുഴുവും തിന്ന് നശിപ്പിച്ച സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കിത്തരാം. എങ്ങനെ മടക്കിത്തരും? അത് മടക്കിത്തരുവാൻ, ലഭിക്കുവാൻ അവിടെ വെളിപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ഇപ്പോഴെങ്കിലും നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുവീൻ, ഒരു ഉപവാസം നിയമിക്കുവീൻ. അവര് മുട്ടുമടക്കാൻ തയ്യാറായപ്പോൾ, ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ
യോബേൽ പ്രവാചകൻ 2-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് സകലതും മടങ്ങി വരികയാണ്. പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇല്ലാതായത് മടങ്ങി വരും. പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് നമ്മുടെ കരത്തിൽ മടക്കി തരും. 126 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. വാഗ്ദത്തമുണ്ട്, 400 വർഷം കഴിയുമ്പോൾ അവർ മടങ്ങി വരും. പക്ഷെ അവരത് അറിയത്തില്ല. വാഗ്ദത്തം പറഞ്ഞ ആളുന്ന്, വാഗ്ദത്തം കേട്ട ആളുന്നില്ല. അടുത്ത തലമുറകളാ അവരവിടെ കിടന്ന് നിലവിളിയാ. അപ്പോൾ അവിടെ എഴുതിക്കുന്ന വാക്യമുണ്ട്, ഊഴിയ വിചാരകന്മാരാലുള്ള നിലവിളി ഞാൻ കേട്ടു. ഇന്ന് രാത്രി നിലവിളി കേൾക്കുന്ന ദൈവമാ നമ്മുടെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ നമ്മുടെ. അത് ഒരുമനപ്പെട്ടെന്നാകട്ടെ. എത്ര പേര് ചേർന്ന് പ്രാർത്ഥിച്ചെന്നറിയത്തില്ല. ഇസ്രായേൽ ജനത്തിന് ആ സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ടായിരുന്നു. ഇവരുടെ നിലവിളി അങ്ങ് ചെന്നു സ്വർഗത്തില്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരുമനപ്പെട്ടുള്ള നിലവിളി, നിങ്ങളുടെ ഏത് വിഷയമായിട്ടും തമ്പുരാന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി ഒരുമിച്ചൊന്ന് കയറിയേ. ഹല്ലേലൂയ, ആമേൻ. നമ്മളെ അതിന്റെ കരങ്ങളിൽ, കർത്താവിന്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചേ ഇന്ന് രാത്രി. അപ്പൊ രണ്ടുപേരുടെയും പ്രാർത്ഥനാ വിഷയം എന്താ? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. താഴോട്ട് വരുമ്പോൾ കർത്താവ് ഇവരെ എല്ലാരെയും കൂട്ടിക്കൊണ്ട് കല്ലറയ്ക്ക് ചെന്നു. അവിടെ 39-ാമത്തെ വാക്യം, കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. അടുത്ത വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി. അവിശ്വാസം നമ്മളെ പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യം അവിശ്വാസം. അത് കിട്ടത്തില്ല, അത് നടക്കത്തില്ല. ഇന്ന് രാത്രി ആ പൈശാചിക ചിന്തകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ചാടി കടലിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കും. ഈ സഹോദരി ആദ്യം പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും പുള്ളിക്കാരിക്ക് വിശ്വാസമില്ല. കർത്താവ് ആരാന്നുള്ള വെളിപ്പാട് പുള്ളിക്കാരുടെ ഉള്ളിൽ കയറിയിട്ടില്ല. ജീവനെ ഉരുവാക്കുന്നവൻ എന്നുള്ള ഒരു വെളിപ്പാട് മാർത്തയുടെ ഉള്ളിൽ അപ്പോഴും കയറിയിട്ടില്ല. ഇന്ന് രാത്രി നമ്മളുടെ ഒക്കെ വിഷയം അതാ, കർത്താവ് ആരാണെന്നുള്ള ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ, പലരുടെയും ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാ പല മേഖലകളിലും നമ്മൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്നത്, നമ്മൾ പല വീഴ്ചകളിലായി പോകുന്നതും പല കുടുക്കിനകത്ത് പെട്ടുപോകുന്നതും. ആമേൻ. ഇന്ന് രാത്രി മടങ്ങി വന്നാട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ, കർത്താവ് പറഞ്ഞു, ഒരു നാളും മരിക്കുകയില്ല. 26-ാമത്തെ വാക്യം, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ മാർത്തയുടെ പിന്നെയുള്ള മറുപടി അവിശ്വാസം പറയേ, കർത്താവേ നാറ്റം വെച്ചു, 4 ദിവസമായി നടക്കത്തില്ല. നമ്മളും അങ്ങനല്ലേ, പലതിനകത്ത് നമുക്ക് ഉറപ്പില്ല, മറുപടി ലഭിക്കും, അത് പുറത്തു വരും, നമ്മളത് വിടുതലെടുക്കും, അല്ലെങ്കിൽ നമുക്ക് സൗഖ്യം കിട്ടും. അതിൽ നിന്ന് നമ്മളെ കർത്താവ്, ആ ഒരു ഉറപ്പ് നമുക്ക് വരുന്നില്ല. കാരണം അവിശ്വാസം. കർത്താവ് ആരെന്നുള്ള യഥാർത്ഥമായ ഒരു വെളിപ്പാട്, അല്ലെങ്കിൽ കർത്താവ് ആരെന്ന് രുചിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിനെ നിങ്ങൾ രുചിച്ചറിയുവീൻ. ആമേൻ. ഹല്ലേലൂയ. 40-ാം വാക്യം, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇത് മറിയോട് പറഞ്ഞില്ല, ഇത് മാർത്തയോടാ പറഞ്ഞത്. അവിശ്വാസമുള്ള ഒരു ഹൃദയത്തോടാ കർത്താവ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളുടെ ഭവനങ്ങൾക്കകത്തും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഒരുമനപ്പെട്ടുള്ള ആ പ്രാർത്ഥനയുടെ ബലം നോക്കിയേ. എന്നിട്ട് അടുത്ത വാക്യം, അവർ കല്ല് നീക്കി.
കർത്താവ് മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നുവെങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. ഹല്ലേലൂയ. നമ്മളെ നോക്കിയിരിക്കുന്ന ചിലർക്കുള്ള മറുപടിയായിട്ട് ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് മറുപടി ലഭിക്കാതെ മറഞ്ഞിരിക്കുന്ന ഈ അനുഭവങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞ, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്റെ കെട്ട അഴിക്കുവീൻ. കർത്താവ് അവനെ പുറത്തു കൊണ്ടുവന്നു. ഒരുമനപ്പെട്ടുള്ള നിലവിളിയുടെ മറുപടി, പ്രാർത്ഥനയുടെ മറുപടി, മരിച്ച നാറ്റം വെച്ചവൻ പുറത്തു വന്നു. പക്ഷെ അടുത്ത വാക്യത്തിൽ കർത്താവ് പറയുകയാ, അവന്റെ കെട്ടഴിക്കണം, അവൻ പോകട്ടെ. എടാ, ജീവനെ ഉരുവാക്കി കൊണ്ടുവന്ന ഒരു മനുഷ്യന്റെ കെട്ട് കർത്താവിന് അഴിച്ചൂടെ? ആമേൻ. പക്ഷെ എന്താ അത് മനുഷ്യരോട് പറഞ്ഞത്? അത് മനുഷ്യൻ കെട്ടിയ കെട്ട. മനുഷ്യനും അവനെ ശീല കൊണ്ട് പൊതിഞ്ഞതും റൂമാൽ കൊണ്ട് ചുറ്റിയതും അത് മനുഷ്യൻ തന്നെ അഴിച്ചേ പറ്റൂ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും നമ്മുടെ വിടുതലുകൾക്ക് തടസ്സമായി നമ്മുടെ നാവ് കൊണ്ട് എവിടെയെങ്കിലും പറഞ്ഞ് കെട്ടിയ ഒരു വാക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്ത് പറ. നമ്മുടെ നിരാശ കൊണ്ട് പറഞ്ഞതായിരിക്കാം, നമ്മുടെ വേദനകൾ കൊണ്ട് പറഞ്ഞതായിരിക്കാം, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാത്തത് കൊണ്ട് പറഞ്ഞതായിരിക്കാം. ഏതെങ്കിലും ഒരു വാക്ക് കൊണ്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞ് പുറത്തു പോകാൻ പറ. ആമേൻ. മരിച്ചവൻ പുറത്തു വന്നു. പക്ഷെ പുറത്ത് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ സ്വതന്ത്രമായി നടക്കണമെങ്കിൽ കെട്ടഴിഞ്ഞേ പറ്റൂ. യാക്കോബിനോട് ദൂതൻ ചോദിച്ചു, നിന്റെ പേരെന്താ? യാബോക്കിന്റെ കടവിൽ മൽപ്പിടുത്തം നടക്കുമ്പോൾ ദൂതൻ അറിയത്തില്ലയോ യാക്കോബിന്റെ പേര് യാക്കോബാണെന്ന്? ഉദരത്തിനകത്തെ വാഗ്ദത്തമുള്ളവനാ. തമ്പുരാൻ എന്റെ ദൂതൻ എന്തുകൊണ്ടാ ചോദിച്ച യാക്കോബിനോട് നിന്റെ പേരെന്താണെന്ന്? അപ്പനോട് കള്ളം പറഞ്ഞു. ഒരു കെട്ട്, സ്വന്തം നാവ് കൊണ്ടൊരു കെട്ട്. അനുഗ്രഹിക്കാൻ ദൈവം റെഡിയാ, പക്ഷെ നീ സത്യം പറയണം. യാക്കോബിന് മനസ്സിലായി ആള് വേറെയാ. അന്നേരം പറഞ്ഞു, എന്റെ പേര് യാക്കോബ. പറഞ്ഞു, ഇനി നീ യാക്കോബല്ല, നീ ഇസ്രായേൽ അറിയും. അപ്പൊ ഒരു കെട്ടഴിഞ്ഞാൽ വിടുതൽ ഉറപ്പാ പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന കെട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അത് വാ കൊണ്ട് പറഞ്ഞതായിക്കോട്ടെ, അത് പ്രവൃത്തി കൊണ്ട് വെളിപ്പെട്ടതായിക്കോട്ടെ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇത് പുറത്തു പോട്ടെ. അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, പ്രാർത്ഥനയുടെ മറുപടികൾക്ക് തടസ്സമായി നിൽക്കുന്ന സകല മുഖത്തെയും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കും. ആമേൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി ആ വചനം ഒന്ന് ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ട്? എവിടെയെങ്കിലും കർത്താവ് നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഐക്യമത്യപ്പെട്ടുള്ള പ്രാർത്ഥന കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി തമ്പുരാന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു വീഴ്ച ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ട്, നമ്മുടെ പ്രാർത്ഥനയിൽ കുറവുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഐക്യതയ്ക്ക് കുറവുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വന്നേ. നമ്മളെ പ്രാർത്ഥന അത് ചെറിയ പ്രാർത്ഥനയായിക്കോട്ടെ, ചെറിയ വിഷയമായിക്കോട്ടെ, ഇതിൽ സഭകൾ നടത്തുന്നവരുണ്ടെങ്കിൽ, ദൈവദാസന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവജനം ഇരിക്കുന്നെങ്കിൽ, എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ കുടുംബമായി ഒന്ന് കൈകോർത്തേ, കുടുംബമായി ഒന്ന് കൈകോർത്തേ. ഇന്ന് രാത്രി ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ വെളിപ്പെടും. ആമേൻ. മാർത്തയോട് കർത്താവ് പറഞ്ഞതുപോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി നമ്മുടെ കുടുംബങ്ങളുടെ പ്രാർത്ഥന അത് ഐക്യമത്യപ്പെട്ടുള്ളതായി മാറട്ടെ. നമ്മുടെ ഭവനങ്ങൾ എവിടെയെങ്കിലും കർത്താവ് ഇല്ലാത്തൊരു അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷത്തിൽ തന്നെ തമ്പുരാൻ വസിക്കുന്ന ഭവനങ്ങളായി, അതിലുപരിയായി നാം കർത്താവിൽ വസിക്കുന്നവരായി തീരുവാൻ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്.
ഞങ്ങളോട് അങ്ങ് ഇടപെട്ട കൃപകൾക്ക് നന്ദി കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ എവിടെങ്കിലും ശൂന്യമായി പോയിട്ടുണ്ടെങ്കിൽ, ഐക്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞങ്ങൾ അതിനെ മടക്കി പിടിക്കുന്നു കർത്താവെ. എവിടെയെങ്കിലും ഒരു അവിശ്വാസത്തിന്റെ, ഒരു സംശയത്തിന്റെ അല്പമെങ്കിലും ഒരു കാര്യം ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന കർത്താവെ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സകലത്തെയും മടക്കി തരുമെന്ന അങ്ങയുടെ വചനത്താൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും അപ്പന്റെ കരം പ്രവർത്തിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവെ. അങ്ങയുടെ ജനത്തെ അങ്ങയുടെ രക്തത്തിൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് മഹത്വം. പ്രിയ കർത്താവിന്റെ അഭിഷക്തൻ ലാലു പാസ്റ്ററിനായി നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു വചനം ഇന്ന് രാത്രി കേൾപ്പാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിന്റെ ദാസന്റെ തന്റെ പ്രവർത്തനത്തെ ഓർത്തെല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ലോർഡ്. താൻ നേതൃത്വം കൊടുക്കുന്ന ദോഹയിലെ സഭ അനുഗ്രഹിക്കപ്പെടുവാൻ, താൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ, കൃപാവര ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന കർത്താവിന്റെ ദാസനാണ്. ഞങ്ങളുടെ സഭയ്ക്ക് താൻ ഒരു വലിയ അനുഗ്രഹമായിരുന്നു. ദൈവം തന്നെ സഹായിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. കുടുംബമായി ദേശത്ത് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മുടെ സ്റ്റുഡൻ്റായി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവവചനം പഠിക്കുന്ന ദൈവദാസനാണ്. ആ ദൈവദാസൻ നമ്മോടൊപ്പമുള്ള യാത്ര ഏറ്റവും അനുഗ്രഹമാക്കട്ടെ. ഇന്ന് നമ്മളെ കേൾപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് രാത്രി നിങ്ങൾ രണ്ടുപേര് ഐക്യതപ്പെട്ട് ഏത് കാര്യം പറഞ്ഞാലും അത് തരാമെന്ന് അരുളി ചെയ്ത ദൈവം ഇന്നൊരു പക്ഷേ പല സാഹചര്യങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ഡിവൈസിൽ ഇരുന്നു കൊണ്ട് നാം ഒരു ഹൃദയത്തോടെ, ഏക ഹൃദയത്തോടെ ഹല്ലേലൂയ ചില നാളുകളായി നമ്മളെ കെട്ടിയിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ, സഭയെ, വ്യക്തി ജീവിതങ്ങളെ ഒക്കെ കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളെയും ഇന്ന് രാത്രി അഴിക്കുന്ന രാത്രിയാ. സ്തോത്രം. പ്രൈസ് ലോർഡ്. നമ്മൾ ദൈവവചനം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മേലുള്ള ചില അന്യായ ബന്ധനങ്ങളെ ഈ പ്രാർത്ഥനയോട് അഴിക്കുവാൻ കർത്താവിന്റെ ദാസനിലൂടെ കേട്ട വചനം ഇന്നൊരു ദൈവവചനം അയച്ച് നിങ്ങളെ ഫ്രീ ആക്കേണ്ടതിന് വേണ്ടി വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രിയ എലിസബeth വർഗീസ് ഒരു പാട്ട് പാടും. സ്തോത്രം. കർത്താവിന്റെ ദാസിയെ അതിനായി ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ നാം ഇതിനു ശേഷം ഒരുമിച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ലോർഡ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ ചാപ്പൽ സർവീസിൽ ഒരു പാട്ട് പാടുവാനായിട്ട് ദൈവം എനിക്ക് തന്ന ഈ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലാലു പാസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ സുവിശേഷീകരണത്തിനായിട്ടുള്ള ഒരു ആഹ്വാനം നൽകുന്ന ഒരു പാട്ടാണ് ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണത്. ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആർപ്പിന്നാദമുയരുന്നിതാ, ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ. ദിനവും നിത്യ നരകത്തിലെ കൊഴുകുന്നായിരങ്ങൾ, മനുവേൽ തൻ മഹാസ്നേഹം അറിയാതെ നശിച്ചിടുന്നു. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം വൻലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ. ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാളധികം, ഇത്തിരി വെട്ടം പകർന്നിടാൻ അടിയനെ അയക്കണമേ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിയിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ. ആരെ ഞാൻ അയക്കേണ്ടു, ആരിനി പോയിടും. അരുമനാഥ നിന്നിമ്പസ്വരം മുഴങ്ങുന്നൻ കാതുകളിൽ.
പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ. ഒരു നാളിൽ നിൻ സന്നിധിയിൽ വരുമേ അന്നടിയാൻ, ഒഴിഞ്ഞ കൈകളുമായി നിൽപ്പാൻ ഇടയായി തീരരുതേ. പോയിടാം വൻകൊയ്ത്തിനായി വിളഞ്ഞ വയലുകളിൽ, നേടിടാം ഈ ലോകത്തെക്കാൾ വിലയേറും ആത്മാവിനെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം പാടുവാൻ കർത്താവ് ദൈവദാസിയെ സഹായിച്ചുവല്ലോ. വളരെ സന്തോഷം. സുവിശേഷീകരണത്തിന് വേണ്ടിയുള്ള വളരെ അനുഗ്രഹീതമായ ഒരു ഗാനമാണ്. ദൈവം തന്നെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഇത്രത്തോളം സമയം ദൈവസേനയിലായിരിക്കാൻ ഒക്കെ ദൈവം സഹായിച്ച കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കുകയും നടത്തുകയും ചെയ്തുവല്ലോ. ആവശ്യമായ ദൈവിക മന്നായൊക്കെ തന്ന് കർത്താവ് നമ്മളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നിങ്ങൾ കാണിക്കുന്ന എല്ലാ സഹകരണത്തിനും, ദൈവവചന പഠിക്കുവാൻ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും വളരെ നന്ദിയുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ അല്ലെങ്കിൽ ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല, എങ്കിലും സ്തോത്രം ഉപക്രമമായി ഒരു വാക്യം എന്നെ, നമ്മുടെ ഒരു ബൈബിൾ കോളേജ് ആയതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഹേമിച്ച ഒരു വാക്യം സകലം വായിച്ച് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അതിനാധാരമായി സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട്. സഭാപ്രസംഗി 11-ാം അധ്യായം 1 മുതൽ 6 വരെ. നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ നാൾ കഴിഞ്ഞിട്ട് നിനക്കത് കിട്ടും. ഒരു ഓഹരിയെ ഏഴായിട്ട് വിഭാഗിച്ചു കൊള്ളുക. ഭൂമിയിൽ എന്ത് അനർത്ഥം സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയിൽ പെയ്യും. വൃക്ഷം തെക്കോട്ടോ വടക്കോട്ടോ വീണാൽ വീണിടത്ത് തന്നെ കിടക്കും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. കാറ്റിന്റെ ഗതി എങ്ങോട്ടൊന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കില്ല. ഇതോ അതോ ഏതു സ്ഥലമാകുമോ എന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മതി. വളരെ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വാക്യസകലമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാക്യസകലമാണ്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അതിനെ വീണ്ടും കിട്ടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭാപ്രസംഗി പുസ്തകം ശലോമോൻ രാജാവിന്റെ ഒരു ജ്ഞാന പുസ്തകമാണ്. വളരെ ജ്ഞാനികളുടെ ജ്ഞാനിയായ ആ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ എഴുതപ്പെട്ട ഒരു പുസ്തകമാണല്ലോ ശലോമോൻ. ഹല്ലേലൂയ. താൻ പറയുകയാണ്, ജീവിതത്തിന്റെ അനിശ്ചിതത്വത്തിലും ദൈവത്തിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുവാൻ ഈ അധ്യായം, ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. എന്താണ്? ജീവിതത്തിന്റെ ഏത് അനിശ്ചിതത്വത്തിലും വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളത്തിന്മേൽ അപ്പം എറിയുക എന്ന് പറഞ്ഞാൽ സ്തോത്രം, അത് വെറുതെ കളയുക എന്നുള്ളതായി. പഴയ കാലത്ത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. പ്രൈസ് ലോർഡ്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഈ പലസ്തീൻ നാട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് ഈ പാടങ്ങൾ തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ഇങ്ങനെ വെള്ളം കവിഞ്ഞു കിടക്കും. എന്നാൽ ആരുടെ വരം ഭേദാന്നൊന്നും അറിയില്ല. എന്നാൽ ഇവരെന്നെ ഒരുമിച്ച് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ വള്ളത്തേൽ അങ്ങോട്ട് പോയിട്ട് ഒരുമിച്ച് വിത്തുകൾ അങ്ങ് വിതറും. അപ്പൊ ആ വെള്ളം പറ്റിക്കഴിയുമ്പോൾ അവരവരുടെ സ്ഥലത്ത് വിത്ത് വിത്ത് അത് മുളച്ച് കൊയ്ത്തിനായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, നമ്മൾ വിശ്വാസത്തോടെ മുമ്പോട്ട് വയ്ക്കുമെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ശലോമോന്റെ വാക്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി വളരെ ഇഷ്ടമാണ്. വളരെ നിന്നിരുന്ന് ചിന്തിക്കേണ്ട പുസ്തകങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. വാക്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹല്ലേലൂയ സ്തോത്രം സകലതും മായ എന്ന് പറഞ്ഞിട്ട് നിന്റെ യൗവനകാലത്തിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. സ്തോത്രം. എല്ലാറ്റിന്റെയും സാരാംശം കേട്ടുകൊള്ളുക, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. സ്തോത്രം. തന്റെ ജീവിതാനുഭവത്തില് താൻ എല്ലാ സുഖ സൗകര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, സ്തോത്രം,
എല്ലാറ്റിന്റെയും സാരാംശം കേട്ടുകൊള്ളുക. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, ദൈവം നമ്മുടെ വിശ്വാസത്തോടെ നമ്മൾ മുമ്പോട്ട് പോകുവാനാ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശലോമോൻ പറയുന്നത്, ഹല്ലേലൂയ, ഇന്ന് നീ സാഹചര്യങ്ങൾ നോക്കി ഒരുപക്ഷെ വെള്ളമായിരിക്കാം, നിന്റെ മുമ്പിൽ അനിശ്ചിതത്വമായിരിക്കാം, എന്നാൽ വിശ്വാസത്തോടെ വിറയുന്നുവെങ്കിൽ വലിയ പ്രതിഫലം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? ഒരുപക്ഷെ നീ മുമ്പോട്ട് നോക്കിയാൽ അനിശ്ചിതത്വമായിരിക്കാം, എന്നാൽ നിനക്ക് യാതൊന്നും കാണുവാനില്ലായിരിക്കാം, എന്നാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിനക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ കാൽച്ചുവടുകളെ മുമ്പോട്ട് വയ്ക്ക്, ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തോടെ നീ കാൽച്ചുവടുകൾ മുമ്പോട്ട് വയ്ക്ക്, ദൈവം നിന്നെ മാനിപ്പാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. നോഹ മഴ പെയ്യുന്നതിന് മുമ്പ് വിശ്വാസത്തോടെ എന്ത് ചെയ്തു? പെട്ടകം പണിതു. സ്തോത്രം, പ്രൈസ് ലോർഡ്. പെട്ടകം പണിയാൻ മഴ പെയ്യുന്നതിന് മുമ്പേ താൻ ഹല്ലേലൂയ പെട്ടകം പണിയുവാൻ ഇടയായി തീർന്നു. അബ്രഹാം എവിടേക്കാന്ന് അറിയാതെ യാത്ര തിരിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എവിടേക്ക് പോകണമെന്ന് അറിയാൻ മേലാതെ കർത്താവിന്റെ വാക്കിന് തന്റെ യാത്ര തിരിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പത്രോസ് യേശുവിന്റെ വാക്കിന് മുമ്പിൽ വീണ്ടും വീണ്ടും വല വീശുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ നാം വിശ്വാസത്തോടെ നമ്മുടെ ഹല്ലേലൂയ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങളെ വിളിച്ച ഹല്ലേലൂയ കാര്യം ചെയ്യുവാൻ നിങ്ങൾ മുമ്പോട്ട് പോയാൽ ദൈവം അത്ഭുതം ചെയ്യുവാൻ വിശ്വസ്തനാണ്. കുറെ കാലം കഴിഞ്ഞാലായാലും അത് തിരികെ വരും കേട്ടോ. ഇന്നത്തെ നിങ്ങൾ അധ്വാനിക്കുന്നത്, കർത്താവിന് വേണ്ടി കൊടുക്കുന്നത്, കർത്താവിന് വേണ്ടി ചെലവാക്കുന്നത്, നിങ്ങൾ സുവിശേഷം വിലയ്ക്കുന്നത്, ഹല്ലേലൂയ, അല്പം താമസിച്ചാലും അത് തിരികെ കിട്ടുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരിക്കലും വൈകിക്കുന്നില്ല. അവിടുത്തെ സമയം ഏറ്റവും ഉത്തമ, അവന്റെ സമയം, ഹല്ലേലൂയ, സ്തോത്രം, ഏറ്റവും ഉത്തമ. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരം ലഭിച്ചില്ലെങ്കിലും അവൻ തക്ക സമയത്ത് അവൻ അത്ഭുതം ചെയ്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഇന്ന് പ്രവർത്തിക്കുന്നത്, നീ ഇന്ന് ചെയ്യുന്നത് ഒരുപക്ഷെ അല്പം മാകിയാലും ദൈവത്തിന്റെ പ്രവൃത്തി ഉളവാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്, നിന്റെ വെള്ളത്തിന്മേൽ എറിയുക, അത് ഏറിയ നാൾ കഴിഞ്ഞാലും ലഭിക്കും. പ്രൈസ് ലോർഡ്. ഇന്ന് ചെയ്യുന്ന സുവിശേഷ വേല, അല്ലെങ്കിൽ നീ കർത്താവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുന്നത്, ഹല്ലേലൂയ, അധികം തരുവാൻ ദൈവം വിശ്വസ്തനാ. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യോസേഫ് ഒത്തിരി വർഷങ്ങളോളം കാത്തിരുന്നു. പിന്നീട് അവൻ ഈജിപ്തിന്റെ ഭരണാധികാരിയായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. ദാവീദ് അഭിഷിക്തനായാലും രാജാവാകാൻ വേണ്ടി ഒത്തിരി സമയം വേണ്ടി വന്നു. സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിന് വാഗ്ദത്ത പുത്രനെ ലഭിപ്പാൻ അല്പം കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ കാത്തിരിപ്പ് പരാജയമല്ല, അത് ദൈവത്തിന്റെ ഒരുക്കത്തിന് വേണ്ടിയാ. സ്തോത്രം. നിന്റെ ഈ കാത്തിരിപ്പുണ്ടല്ലോ, അത് പരാജയത്തിനല്ല, അത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ രണ്ടാം വാക്യം എന്നാ പറയുന്നത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. രണ്ടാം വാക്യത്തിൽ പറയും, നമ്മുടെ സമയവും കഴിവും സമ്പത്തും എല്ലാം ഈ ദൈവത്തിനായിട്ട് വിതയ്ക്കണം. നമുക്കുള്ളത്, സ്തോത്രം, നമുക്കുള്ളതൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, വിതച്ചാൽ ദൈവം അത് തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം എന്നാ പറയുന്നത്? കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി കൊടുത്താൽ, കർത്താവിന് വേണ്ടി ചെയ്താൽ, കർത്താവിന് വേണ്ടി പണി ചെയ്താൽ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവരാജ്യത്തിനായി ചെയ്യുന്ന ഓരോ ത്യാഗവും നിനക്ക് നിത്യഫലം നൽകും. ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 11:4 എന്താണ് പറയുന്നത്? കാറ്റ് നോക്കുകയും കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താൻ പറയുകയാണ്, സ്തോത്രം, സാഹചര്യങ്ങളെ ഒരിക്കലും നിനക്ക് അനുകൂലമായിരിക്കില്ല. കാറ്റിനെ നോക്കിയാൽ നിനക്ക് വിതയ്ക്കാൻ തോന്നത്തില്ല, അല്ലെങ്കിൽ നിനക്ക് കൊയ്യുവാൻ തോന്നത്തില്ല. എന്നാൽ ഇവിടെ ഹല്ലേലൂയ ശലോമോൻ പറയുന്നു, നിന്റെ സാഹചര്യങ്ങളെ നീ നോക്കേണ്ടത് വിശ്വാസത്തോടെ മുമ്പോട്ട് പോകണം. നിന്റെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം, നിന്റെ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലായിരിക്കാം. എന്നാൽ നീ സാഹചര്യങ്ങളെ കണ്ട് ഹല്ലേലൂയ പുറകോട്ട് പോകുവാനല്ല ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കാറ്റ് നോക്കുന്നവൻ ഒരുപക്ഷെ വിതയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അത് കൊയ്യുന്നില്ല. എന്നാൽ നീ സാഹചര്യങ്ങളെ മറുതിലിച്ച് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം നിന്നെ സഹായിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങളെ കണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ഒരിക്കലും പുറകോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ, ഇന്ന് നീ സുവിശേഷം അറിയിച്ചാൽ, ഇന്ന് നീ ശുശ്രൂഷ ചെയ്താൽ, ഇന്ന് വിതച്ചാൽ, ഹല്ലേലൂയ, അത് സാഹചര്യം ഒരുപക്ഷെ നിനക്ക് അനുകൂലമല്ലെങ്കിലും, ഒരു പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ, എതിർപ്പുകളൊക്കെ ഉണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, നിന്റെ അനുസരണത്തെ ദൈവം ആഗ്രഹിക്കുന്നത്.
ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ അനുസരണമുള്ളവനായിരിക്കുക. കർത്താവ് പറയുന്നത് ചെയ്യുക. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. നിനക്ക് കഴിവുള്ളത് ദൈവനാമത്തിന് വേണ്ടി ചെയ്യുക. നിനക്കൊരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കഴിയുന്നെങ്കിൽ, അല്ലെ മറ്റുള്ളവരെ നേടുവാൻ ഇടയായി തീരുന്നെങ്കിൽ, അല്ലെ ഒരു പക്ഷേ നിനക്ക് പോകുവാൻ സാധിക്കുന്നില്ലെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അത് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിന്റെ 5-ാമത്തെ വാക്യം എന്താ പറയുന്നത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ വാക്യം എന്താ പറയുന്നത്? കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ നിനക്ക് എങ്ങനെ സംഭവിക്കുന്നു, ഇതിന്റെ റിസൾട്ട് എന്താകുമെന്ന് നീ അറിയുന്നില്ല. അല്ലെങ്കിൽ നിനക്കിത് അറിയുന്നില്ലെങ്കിലും, നിനക്ക് അതിന്റെ സാഹചര്യങ്ങൾ എപ്രകാരമായി തീരുമെന്ന് അറിയുന്നില്ലെങ്കിലും, ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ എപ്രകാരം ഒരു കുഞ്ഞ് ഉരുവാകുന്നുവെന്ന് നീ അറിയുന്നില്ലെങ്കിലും, നീ വിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ നീ വിശ്വാസത്തോടെ ചെയ്താൽ, അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്തോത്രം, നീ അറിയാത്ത കാര്യങ്ങള്, നീ ഒരു ഉദരത്തില് എപ്രകാരം ഉണ്ടാകുന്നെന്ന് നീ അറിയുന്നില്ലല്ലോ. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുക, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി അത്ര അരോചകത്വമാണ്, അത്ര വലുതാണ്. സ്തോത്രം, നിനക്ക് സാഹചര്യങ്ങൾ അറിയത്തില്ലെങ്കിലും, ഹല്ലേലൂയ, നീ ദൈവത്തിന് വേണ്ടി ചെയ്താൽ ദൈവം അത് മാനിപ്പാനിടയായി തീരും. നിന്റെ വിശ്വാസത്തോടെ നീ കാൽച്ചുവടുകൾ വെച്ചാൽ ദൈവം, സ്തോത്രം, നീ അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിൽ നിങ്ങൾ മടുത്തു പോകരുത്. സ്തോത്രം, ഇന്ന് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്താൽ അത്ഭുതകരമായ പ്രവൃത്തികൾ, ഹല്ലേലൂയ, ദൈവം ചെയ്യുവാനിടയായി തീരും. വിശ്വാസത്തോടെ ഇന്ന് രാത്രി ശുശ്രൂഷകരായിരിക്കുന്ന ദൈവദാസന്മാരെ, അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനം പഠിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ സാഹചര്യങ്ങൾ എതിരായിരുന്നാലും, നിങ്ങളുടെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് യാതൊരു സപ്പോർട്ട് ലഭിച്ചില്ലെങ്കിലും, ഹല്ലേലൂയ, ഒരു കുഞ്ഞുരവാകുന്നത് പോലെ, ഹല്ലേലൂയ, കർത്താവ് തന്റെ പ്രവൃത്തി ചെയ്തെടുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ ദൈവത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കാത്തിരിക്കുകയാണോ? ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ ജീവിതം അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറുവാൻ, ഹല്ലേലൂയ, ദൈവം സഹായിക്കുന്നുവെങ്കിൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, വെള്ളത്തിന്മേൽ എറിഞ്ഞ അപ്പം നഷ്ടമാകുന്നില്ല, അത് അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, നീ പ്രാർത്ഥനയോടെ വിതയ്ക്കുക, ഉപവാസം വിതയ്ക്കുക, സ്തോത്രം, വിശുദ്ധി വിതയ്ക്കുക, ദൈവവചനം വിതയ്ക്കുക, സ്നേഹം വിതയ്ക്കുക, സ്തോത്ര, സുവിശേഷം വിതയ്ക്കുക. അത് കൊയ്യുവാനുള്ള അവസരം ദൈവം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ വെള്ളത്തെ നീ വെള്ളത്തിന്മേൽ എറിഞ്ഞാൽ അത്, ഹല്ലേലൂയ, അധികം നാൾ കഴിഞ്ഞാലും അത് തിരികെ തരുമെന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, നീ പ്രാർത്ഥനയോടെ വിതയ്ക്കുവാൻ, ഹല്ലേലൂയ, ദൈവവചനം വിതയ്ക്കുവാൻ, സ്നേഹം വിതയ്ക്കുവാൻ, സേവനം വിതയ്ക്കുവാൻ നീ ഉരുവാകുന്നുവെങ്കിൽ, നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ, നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവദാസന്മാർ നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ല, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവൃത്തി ചെയ്യേണ്ടവരാ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി, ഹല്ലേലൂയ, ശലോമോൻ പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, വളരെ വളരെ വളരെ, ഹല്ലേലൂയ, അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ അനിശ്ചിതത്വത്തിന്റെ നടുവിൽ നിങ്ങൾ കാറ്റിനെ നോക്കി, അല്ലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കി, നിങ്ങളുടെ അനിശ്ചിതത്വം നോക്കി നിങ്ങൾ പുറകോട്ട് പോകാതെ വിശ്വാസത്തോടെ നിങ്ങളുടെ കാൽച്ചുവടുകൾ വെക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ഈ ഉത്സാഹം കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഷാജൻ പാറക്കടവിൽ ഞാനിവിടെ ചുമ്മാ ഒരു കാഷ്വൽ, ഹല്ലേലൂയ, ടോക്കിലാണ് ഈ ബൈബിൾ കോളേജിനെ പറ്റി പറയുവാനിടയായി തീർന്നത്. എന്നാൽ അനേകർക്ക്, ഹല്ലേലൂയ, സ്തോത്രം, അനേകരെ, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി വാർത്തെടുപ്പാൻ, അനേകരെ സുവിശേഷ ഗോളത്തിൽ വെളുപ്പാൻ, നിങ്ങളുടെയൊക്കെ നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ, അനേകം നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ കറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അത് തിരികെ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയോടെ നമ്മൾ നിക്ഷേപിക്കുന്നത്, നമ്മൾ വചനപഠനത്തിൽ നിക്ഷേപിക്കുന്നത്, ഹല്ലേലൂയ, നമ്മുടെ സ്വഭാവത്തിൽ നിക്ഷേപിക്കുന്നത്, നമ്മൾ നമ്മുടെ ആത്മാക്കളിൽ നിക്ഷേപിക്കുന്നത്, ദാനമായി നമ്മൾ നിക്ഷേപിക്കുന്നത്, സ്തോത്രം, ദൈവരാജ്യത്തിനായി നാം നിക്ഷേപിക്കുന്നത്, ഒന്നും നീ കടക്കാൻ അവനാർക്കും കടക്കാരനല്ല. ദൈവം നിനക്ക് അത്ഭുതകരമായി നീ ചെയ്തതിനധികമായി ദൈവം നിന്നെ മാനിപ്പാൻ സഹായിപ്പാനായ ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ദോഹയിലൊക്കെ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഇവിടെയുള്ള അനേകർ അനുഗ്രഹിക്കപ്പെട്ടവർ, അവരുടെ അവരുടെ പശ്ചാത്തലം കണ്ടാൽ അവരുടെ മാതാപിതാക്കളൊക്കെ ഒരു കാലത്ത് കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. സ്തോത്രം. ആ തലമുറകളെയൊക്കെ ദൈവം മാനിപ്പാനിടയായി തീർന്നു, ദൈവം അനുഗ്രഹിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ, പിതാക്കന്മാർ ചെയ്തതിന് ദൈവ തലമുറകളെ മാനിപ്പാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ കൊയ്യുന്നത്, ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് നാളെ കൊയ്യും.
പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് നാളെ കൊയ്യും. അതൊരു പക്ഷെ തലമുറകള്, ഹല്ലേലൂയ, നമ്മുടെ അടുത്ത ജനറേഷൻ ആയിരിക്കാം. എന്നാൽ സ്തോത്രം, നീ കർത്താവിന് വേണ്ടി ചെയ്തത് മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 126 സങ്കീർത്തനത്തിൽ പറയുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പ്രൈസ് ലോർഡ്. കണ്ണുനീരിന്റെ വിത്ത്, പ്രാർത്ഥനയുടെ വിത്ത്, വിശ്വാസത്തിന്റെ വിത്ത്, സ്നേഹത്തിന്റെ വിത്ത്, ഹല്ലേലൂയ, സുവിശേഷത്തിന്റെ വിത്ത്, ഹല്ലേലൂയ, നീ വിതയ്ക്കുന്നുവെങ്കിൽ അത് ആർപ്പോടെ നീ കൊയ്യുവാൻ ഇടയായി തീരും. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൈവവചനം പഠിക്കുന്നത്, കർത്താവിന് വേണ്ടി ചെയ്യുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, നീ രഹസ്യമായി ചെയ്യുന്ന ഓരോ ത്യാഗങ്ങളും, ഹല്ലേലൂയ, ആത്മാർത്ഥമായി ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും, ഹല്ലേലൂയ, നീ ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന എല്ലാ വ്യഗ്രതകളും ദൈവം മാനിപ്പാൻ ഇടയായി തീരും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് രാത്രി ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുക, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, അതേറിയ നാൾ കഴിഞ്ഞാലും അത് കിട്ടും. ഒരു പക്ഷേ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമല്ലെങ്കിലും, സാഹചര്യങ്ങൾ നിനക്കെതിരാണെങ്കിലും, നീ അറിയാതെ ചില പ്രവർത്തികൾ ദൈവത്തിന്റെ ആത്മാവ് ക്രിയ ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ടാണ് സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഈ വിശ്വസ്തനെ കണ്ടുമുട്ടുവാൻ ഹല്ലേലൂയ, എത്ര പേർക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 20-ാം അധ്യായം 6-ാം വാക്യം, സദൃശവാക്യം 20-ന്റെ 6 പറയുന്നുണ്ട്, എന്നെ വളരെ സന്തോഷമല്ല, എല്ലാവരും ദയാലുക്കളായ ഒരുവനെ കണ്ടെത്തും, പലരെ കണ്ടെത്തും, എന്നാൽ വിശ്വസ്തനായ ഒരുവനെ ആർ കണ്ടെത്തും. പ്രൈസ് ലോർഡ്. താൻ പറയുകയാണ്, ഒത്തിരി ദയാലുക്കളായ, അല്ലെ നമ്മളോട് സഹതാപം കാണിക്കുന്ന, നമ്മളോട് ഹല്ലേലൂയ സഹതാപം കാണിക്കുന്ന ദയാലുക്കളായ ആൾക്കാരെ ഒക്കെ ഒരുപക്ഷെ കണ്ടെന്നു വരാം. എന്നാൽ ഈ വിശ്വസ്തരായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം എന്നെ നിന്നെ സഹായിച്ചുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മറന്നു കളയുവാൻ അവൻ അനീതിയുള്ള ദൈവമല്ല. സമയം അതിക്രമിച്ചുകൊണ്ട് രാത്രി ഞാൻ നിർത്തുകയാണ്. സ്തോത്രം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഈ ഓരോ വചനവും, ഹല്ലേലൂയ, നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും, ഹല്ലേലൂയ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നിങ്ങൾ പരസ്യയോഗം ചെയ്യുന്നവരാണ്, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, കൊടുക്കുന്നവരാണ്, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി പാടിയതുപോലെ, ഹല്ലേലൂയ, ആർ എനിക്ക് വേണ്ടി പോകും. ഹല്ലേലൂയ, ആ ഇമ്പശബ്ദം കേട്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ അക്ഷരങ്ങളും തുറന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുവെങ്കിൽ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞാലും അത് കിട്ടും. ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളിലും, ഒരുപക്ഷെ ഇന്ന് നീ ദൈവം നിന്റെ സമയമൊക്കെ കളഞ്ഞിട്ട്, ഹല്ലേലൂയ, എനിക്കറിയാം പലരും നെറ്റ് ഇല്ലാത്തവരുള്ള, ഹല്ലേലൂയ, നെറ്റ് തീർന്നു പോലെ എന്നെ പലരും വിളിച്ച് പറയുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വളരെ വ്യഗ്രതയോടെ, വളരെ ഉത്സാഹത്തോടെ ഉള്ള സാഹചര്യം വെച്ച്, ഹല്ലേലൂയ, ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി മറന്നു കളയുവാൻ എന്റെ ദൈവം ഹല്ലേലൂയ അനീതിയുള്ള ദൈവമല്ല. ഹല്ലേലൂയ, നിങ്ങൾ പഠിക്കുന്ന ഈ ദൈവവചനം ഉണ്ടല്ലോ, നിങ്ങളുടെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരും, നിങ്ങളുടെ ഭവനത്തിന് ഒരു അനുഗ്രഹമായി തീരും. നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം തീർച്ചയായിട്ടും നിങ്ങളുടെ മേൽ അത് ക്രിയ ചെയ്യും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ ഇതായിരിക്കുന്നത് എന്റെ മാതാവിന്റെ കണ്ണുനീരിന്റെ ഫലമാ. ഇന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത് എന്റെ മാതാവിന്റെ കണ്ണുനീരിന്റെ ഫലമാ. ഇന്ന് രാത്രി കണ്ണുനീരോടെ പറഞ്ഞാൽ എനിക്ക് യാതൊരു സാഹചര്യമില്ലായിരുന്നു, ഞാനൊരു ഹല്ലേലൂയ ഒരു പാസ്റ്ററൽ ശുശ്രൂഷയ്ക്ക് ആഗ്രഹിച്ചത് പോലുമല്ല. എന്നാൽ എന്റെ മാതാവിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ ലോകത്തിൽ എന്ത് സമ്പാദിക്കുന്നതിനേക്കാളും, ഈ ലോകത്തിൽ ആരായി തീർന്നതിനേക്കാളും ഒരു ദൈവദാസനായി തീരണമെന്നുള്ളതായിരുന്നു തന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പണത്തെക്കാളും പ്രശസ്തിയേക്കാളും കർത്താവിന്റെ വചന പ്രദേശത്ത് ശുശ്രൂഷിക്കണമെന്നുള്ളതായിരുന്നു തന്റെ പ്രാർത്ഥനയും ഉപവാസവും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ പ്രാർത്ഥന ഒരിക്കലും അന്യം വിട്ടുപോകത്തില്ല. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുത്ത്, നീ ഒരുപക്ഷെ ചുമ്മാതെ സമയം പോക്കിനായിരിക്കാം, എന്നാൽ ഈ കേൾക്കുന്ന ദൈവവചനമുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യും, നിന്റെ തലമുറകളുടെ മേലെ അത് ക്രിയ ചെയ്യും. നീ ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാണ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, എനിക്കറിയാം പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയി, അത്ര അല്പം സമയം കടന്നുപോയി എങ്കിലും ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ടെ. പർവ്വത സമമാ പ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോ, പർവ്വത സമമാ പ്രശ്നങ്ങളാലേ നിർവാഹമില്ലാതെ ഞാൻ അലയുമ്പോൾ, നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനവും. നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കുന്നെന്നെ അനുദിനവും.
യേശുവൻ പ്രിയ ക്രിസ്തേശുവൻ പ്രിയ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയ ക്രിസ്തേശുവൻ പ്രിയ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. കണ്ണുനീർ താഴ്വര ഞാൻ നടന്നാലും, എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും. കണ്ണുനീർ താഴ്വര ഞാൻ നടന്നാലും, എണ്ണപ്പെട്ടോരാരും കൂട്ടില്ലെന്നാലും. എന്തിനുമെന്നുള്ളം വൃഥ കലങ്ങുന്നു വാണവും, എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. എന്തിനുമെന്നുള്ളം വൃഥ കലങ്ങുന്നു വാണവും, എന്നെ സ്നേഹിക്കുന്ന യേശു ബലഹീനനോ. യേശുവൻ പ്രിയ ക്രിസ്തേശുവൻ പ്രിയ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ ക്രിസ്തേശുവൻ പ്രിയ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. പാടും ഞാൻ യേശുവിനതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാടും ഞാൻ യേശുവിനതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. പാവനാമം ചട്ടമെന്റെ കീർത്തനങ്ങളാത്രേ, നാൾ തോറും അവകളെ ധ്യാനിക്കുന്നു. പാവനാമം ചട്ടമെന്റെ കീർത്തനങ്ങളാത്രേ, നാൾ തോറും അവകളെ ധ്യാനിക്കുന്നു. യേശുവൻ പ്രിയ ക്രിസ്തേശുവൻ പ്രിയ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയ ക്രിസ്തേശുവൻ പ്രിയ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. മണ്ണാമൻ കൂടാരമഴിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവും സമീപമയെന്നോ. മണ്ണാമൻ കൂടാരമഴിഞ്ഞിടുമെന്നോ, എൻ പ്രിയൻ വരവും സമീപമയെന്നോ. ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. ഏതിനും ഞാൻ ഒരുങ്ങുന്നു കൃപയാൽ നാൾ തോറും, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ പോയാൽ മതി. യേശുവൻ പ്രിയ ക്രിസ്തേശുവൻ പ്രിയ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. യേശുവൻ പ്രിയൻ യേശുവൻ പ്രിയ, യേശുവെ പോൽ വേറെ പ്രിയനില്ലായേ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പാടും ഞാൻ യേശുവിന് അതുല്യ സ്നേഹത്തെ, പാരിൽ പരദേശിയായി പാർക്കുന്ന നാട്ടിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ ഈ ദേശത്താക്കി വെച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി നമ്മളെ വിടുവിച്ച വിധങ്ങളെ ഓർത്ത് അനേകർക്ക് ഹല്ലേലൂയ ആശ്വാസമായി, അനേകർക്ക് അനുഗ്രഹമായി നിലനിൽപ്പാനാ ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ വെള്ളത്തെ അപ്പത്തിന്മേൽ എറിയുക, അല്ലെ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. ഏറിയ നാൾ കഴിഞ്ഞാലും അത് തിരികെ വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനങ്ങള് ഹല്ലേലൂയ, നീ സാഹചര്യങ്ങളെ ഓർത്ത്, നീ സാഹചര്യങ്ങളെ നോക്കി പുറകോട്ട് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അത്ഭുതകരമായ രീതിയിൽ അത് തുറന്ന് നിന്നെ നടത്തുവാനിടയായി. ഇത് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താട്ടെ. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു പൈതലിന്റെ കാര്യം ഹല്ലേലൂയ നമ്മുടെ ഗ്രൂപ്പിൽ ആരോ ഇട്ടിരുന്നു, ആ വിഷയം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദൈവം സഹായിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. എന്തോ? സുബിൻ, ഞാനൊരു വിഷയം കേറിട്ടില്ല. ഓക്കെ. കർത്താവിന്റെ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രാർത്ഥിച്ച ബ്രിൻഡ ബൈജുവിന് വേണ്ടി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ പല പ്രിയപ്പെട്ടവർ സൗഖ്യമില്ലാതായിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കേണ്ടതിനായി ഇന്ന് ദൈവവചന ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനെ നമുക്ക് കരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രത്യേകിച്ചാൽ ഹല്ലേലൂയ ഈ സൂം ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്, മറ്റു പ്രവർത്തികൾ ചെയ്യുന്നവരുണ്ട്, യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. ഹല്ലേലൂയ. ബൈബിൾ കോളേജിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ചെരുവ പോലും അലക്കിയാൽ അതിനും പ്രതിഫലമുണ്ട്. സ്തോത്രം. അവൻ ആർക്ക് കടക്കാരനല്ല. അതുകൊണ്ട് ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ എല്ലാ അധ്യാപകരെയും ദൈവം സഹായിക്കണം. PG മാത്യു സാറ് സൗഖ്യമില്ലാതെ തന്റെ കണ്ണിന്റെ ഓപ്പറേഷനാൽ ഹല്ലേലൂയ താൻ ഭവനത്തിൽ വിശ്രമത്തിലായിരിക്കുന്നു. ആ കർത്താവിന്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഇനി ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. നമ്മുടെ സമയം ഇച്ചിരി അതിക്രമിച്ചു പോയി, സോറി. പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇന്ന് സാക്ഷി പറഞ്ഞ കർത്താവിന്റെ ദാസി ബ്ലോസം വർഗീസ് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം, തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം മക്കളെ ഒക്കെ സഹായിക്കട്ടെ, അവരുടെ ആഗ്രഹങ്ങളെ എല്ലാം ദൈവം മാനിക്കട്ടെ. കർത്താവിന് വേണ്ടി ശുശ്രൂഷയെ ഹല്ലേലൂയ വിസ്താരമാക്കട്ടെ. ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിപ്പാനുണ്ടെങ്കിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ ദാസിലൂടെ കേൾപ്പിച്ചതുപോലെ നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രത്യേകം ഞങ്ങളായിരിക്കുന്ന ഈ ദോഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ വളരെ കുലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ദൈവം സകലതും നന്നായി ചെയ്യും ദൈവമാണ്. സ്തോത്രം. അവൻ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ആരാധന വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ഒത്തിരി അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ടാകുവാനൊക്കെ ഇടയായി തീർന്നു. സഭയിലൊക്കെ ആൾക്കാർ കുറവായിരുന്നു. സ്തോത്രം. പിന്നെ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും കാണാനായിട്ട് ഇരിക്കുക, സ്തോത്രം, വരാതിരിക്കാൻ. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, വളരെ ആൾക്കാർ കുറവായിരുന്നു. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ എല്ലാ സാഹചര്യങ്ങളും ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ യുദ്ധങ്ങളെ യുദ്ധസ്തുതികളെ പറ്റി കേൾക്കും. അപ്പോൾ എന്റെ അടയാളം, കർത്താവിന്റെ വരവിന്റെ അടയാളം ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണ്? നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെ കുറിച്ചൊക്കെ കേൾക്കും. അപ്പോൾ ആ നീറ്റുനോവിന്റെ ആരംഭം ആർത്തിരിക്കുക. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഈ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇറാന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി, സ്തോത്രം, മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങളൊക്കെ ദൂരെ ആയിരിക്കുമ്പോൾ അതിന്റെ ഹല്ലേലൂയ അറിയില്ല എങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ദേശം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശമാണ്. അനേകർക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ നിന്ന് കടന്നുപോയ പല പ്രിയപ്പെട്ടവരുണ്ട്. ഒത്തിരി ദൈവദാസന്മാര്, ദൈവസഭകൾക്കെല്ലാം അനുഗ്രഹമായി തീർന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. ഹല്ലേലൂയ. ഈ ദേശം ദൈവത്താൽ മാനിക്കപ്പെടുവാൻ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങൾക്കാണെങ്കിൽ കഴിഞ്ഞ 4 ദിവസം അവധിയായിരുന്നു. ഇവിടുത്തെ ഹല്ലേലൂയ ആദ്യത്തെ രാജാവ് ഹല്ലേലൂയ മരണപ്പെട്ടതിന് 4 ദിവസം ഞങ്ങൾക്ക് അവധിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വളരെ നമുക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു കാലത്ത് ഇവിടെ സുവിശേഷത്തിനൊന്നും ഹല്ലേലൂയ സാഹചര്യം, ഇവിടെ ലവ് ആന്റിക്കൊക്കെ അറിയാം. ഹല്ലേലൂയ, സ്തോത്രം, യാതൊരു സുവിശേഷത്തിന് വേണ്ടി അടയ്ക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ആ രാജാവാണ് ഇവിടെ സ്ഥലം തരികയും ഹല്ലേലൂയ പള്ളി പണിയാനുള്ള അനുവാദം ഒക്കെ തന്നത്. സ്തോത്രം. ദൈവം ഹല്ലേലൂയ, സ്തോത്രം, ദേശത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഹല്ലേലൂയ നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായി. ഇല്ല എങ്കിൽ അവസാനമായി പ്രിയ പാസ്റ്റർ മോഹൻ പുന്നൂസ് പ്രാർത്ഥിച്ചാട്ട്. ഞാനൊരു വിഷയം പറയാം പ്രാർത്ഥിക്കാനായിട്ട്. പറഞ്ഞാട്ട്. ടിൻഡുവും ബിനോയും ഡെൻവറിൽ നിന്ന് ന്യൂജേഴ്സിയിലോട്ട് യാത്ര ചെയ്തോണ്ടിരിക്കുക. അപ്പം യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു സൗഖ്യത്തോടെ ഭവനത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ. ഓ, ബൈ റോഡാ വരുന്നേ? അല്ല, ഫ്ലൈറ്റ്. ഓക്കെ. പ്രിയ സിസ്റ്ററിന്റെ മോള് ടിൻഡു ന്യൂജേഴ്സിയിലാണ്. താൻ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ദൈവം ഇപ്പോൾ യാത്രയായിരിക്കുന്നല്ലോ. നല്ല യാത്ര കൊടുത്ത് കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹല്ലേലൂയ, സുവിശേഷകരായുള്ള പല പ്രിയപ്പെട്ടവരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവം എല്ലാം നിങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളെ ദൈവം അറിയും. ഈ ഡിവൈസിലൂടെ ഒരു ദൈവത്തിന്റെ വചനം അയച്ച് ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടതിനായിട്ട് എല്ലാവരും വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവവചനം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഹല്ലേലൂയ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ പല പ്രിയപ്പെട്ടവർ സൗഖ്യം, ഒത്തിരി പേരും പ്രായമുള്ളവരാ, ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ളവരാ, ഇന്ന് ഉള്ളവരാ. ദൈവം അവരുടെ എല്ലാ വിഷയങ്ങൾക്കും മറുപടി തന്ന് കർത്താവ് സഹായിക്കേണ്ടതിന് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കേണ്ടത്. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി കർത്താവിന്റെ ദാസൻ മോഹൻ പുന്നൂസ് പ്രാർത്ഥിച്ചാട്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന സ്വർഗസ്ഥ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ചാപ്പൽ സർവീസ് കൂടി ഞങ്ങൾക്ക് ലഭിച്ച ഓർത്ത് കർത്താവിനെ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹീതമായ ചാപ്പൽ സർവീസിൽ സംബന്ധിച്ച എല്ലാ മക്കളെയും ഞങ്ങൾ ദൈവ കരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ അഗാപ്പ ബൈബിൾ കോളേജിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. നേതൃത്വം കൊടുക്കുന്ന ലാലു സാറിനായി പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയായി ദൈവം അനുഗ്രഹിക്കണമേ. ആയിരങ്ങളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ, സുവിശേഷ വേലയിൽ കർത്താവെ പ്രവർത്തന നിരതാക്കുവാൻ തക്കവണ്ണം ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ ഷാജി പാസ്റ്റർക്കായി സ്തുതിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന സകല അധ്യാപകർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവരെ സൂക്ഷിക്കണം. അവരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരെ സഭകളെ ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ വത്സല്യ കർത്തുദാസൻ മാത്യു പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കണ്ണിന്റെ സർജറിയോടുള്ള ബന്ധത്തിൽ ഭവനത്തിൽ വിശ്രമിക്കുന്നല്ലോ. പൂർണ്ണമായിരിക്കുന്ന സൗഖ്യം എന്റെ പ്രിയ കർത്താവെ അങ്ങ് നൽകി ദാസനെ ബലപ്പെടുത്തുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഇന്ന് പകൽ രാത്രികാലം ഈ ഡിവൈസിലൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ ആത്മീയ നിലവാരത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ, എൻ്റെ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാവശ്യപ്പെട്ട എല്ലാ പ്രാർത്ഥന വിഷയങ്ങളെയും ഞങ്ങൾ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, സകലവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. വിശേഷാല് ഇന്ന് രാത്രികാലം കർത്താവെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്തകൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കും. ആ പ്രാർത്ഥന കർത്താവിന്റെ മകൾക്ക് ഒരു കാവലും കോട്ടയും ആയിരിക്കണമേ. തക്ക സമയത്ത് ഭവനത്തിൽ എത്തിച്ചേരുവാൻ സ്വർഗം ഇടയാക്കുമാറാകണമേ. ഒരു കൊച്ചുമോനെ വിഷയം പറഞ്ഞല്ലോ, പരിപൂർണമായ സൗഖ്യം ആ പ്രിയ പൈതലിന്റെ മേൽ നീ കൽപ്പിച്ച പരിപൂർണമായിരിക്കുന്ന സൗഖ്യത്തോടുകൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമിടയാക്കുമാറാകണമേ. ഞങ്ങളുടെ ദോയ്ക്കായി പ്രാർത്ഥിക്കുന്നു, മിഡിൽ ഈസ്റ്റിനായി പ്രാർത്ഥിക്കുന്നു, അമേരിക്കയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അവിടെ മക്കളെ ഓരോരുത്തരെയും അവിടെ സൂക്ഷിക്കണമേ. നാഥന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നപ്പ അവിടുത്തെ വരവിനെ എല്ലാവരും ഒരുക്കണം. രാത്രികാലം 2 ശ്രേഷ്ഠമേറിയ മെസ്സേജുകൾ കേൾക്കുവാൻ സ്വർഗമിടയാക്കി തീർത്തു. ഒന്ന്, കർത്താവ് ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നുവെന്നും, രണ്ടാമതായി നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക ഏറിയ നാൾ കഴിയുമ്പേ അത് മടങ്ങി വരുമെന്നുള്ള ദൈവത്തിന്റെ 2 ദൂതുകൾ ഞങ്ങൾ കേൾപ്പാനിടയായി. ഞങ്ങൾ ശ്രദ്ധയോടെ ഏറ്റെടുത്തുകൊണ്ട് അതും പ്രകാരം ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കണം. കർത്താവെ, സന്തോഷ് തങ്കച്ചമ്പാസ്കായ സ്തോത്രം. അനുഗ്രഹിച്ചാട്ടെ, എന്റെ സഭയിലും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലാലു പാസ്റ്റർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സമൃദ്ധിയായ അനുഗ്രഹിക്കണം, ദീർഘായുസ് കൊടുക്കണം, തലമുറയെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ദൈവമേ, അത് വർദ്ധിപ്പിച്ച് നേരെ കർത്താവെ കൂട്ടായ്മയിൽ കൂട്ടിച്ചേർക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അഗാപ്പ ബൈബിൾ കോളേജിന്റെ സകല പ്രവർത്തനങ്ങളെയും കർത്താവെ നിയന്ത്രിക്കുന്ന, പ്രവർത്തിക്കുന്ന, സഹകരിക്കുന്ന, ശുശ്രൂഷിക്കുന്ന എല്ലാ പ്രിയ കർത്താസന്മാരെയും ഞങ്ങൾ ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ മനോഹരമേ രാത്രി ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇനി ഒരുമിച്ച് കാണുവോളം അടച്ചിട ഭദ്രമായി സൂക്ഷിക്കണമേ. അങ്ങ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ ഒരുമിച്ച് കണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കും. ഇല്ല എങ്കിൽ തേജസ്സിന്റെ പ്രഭയായ അരുമനാഥനെ വാനമേഘങ്ങൾ ഒരുമിച്ച് കണ്ട് സന്തോഷിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരവിനെ ഞങ്ങൾ എല്ലാവരും ഒരുക്കണം. പ്രത്യേകാലം ഞങ്ങൾ ഒരുക്കി കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ഇതിൽ അംഗങ്ങളായിരിക്കുന്ന അനേക ആന്റിമാരുണ്ട്, അനേക അപ്പച്ചന്മാരുണ്ട്. അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദീർഘായുസ് കൊടുക്കണമേ. വചനം പഠിക്കുമ്പോൾ അവർ തീഷ്ണതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അവരെ അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകമായ പ്രയർ കർത്താവെ കൂട്ടായ്മ നടത്തുന്ന ദൈവദാസ്യങ്ങൾക്കായി സ്തോത്രം. അവരൊക്കെ അനുഗ്രഹിക്കണം. അവർ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അത്ഭുതകരമായ വിടുതലുകൾ നടക്കുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ ബൈബിൾ കോളേജിനെയും പ്രവർത്തകരെയും കർത്താവെ നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ ഏൽപ്പിച്ചു തരികയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഏഴകളെ മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ അൻപുള്ള പൊന്നുനാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദയവോടെ കേൾക്കണം സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാടിയാനേ ഹോവായേ മനസ്സലിവുടയ മഹോന്നത പരനെ വാന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ വാന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ഹല്ലേലൂയ ദൈവവചന ശുശ്രൂഷ കർത്താവിന്റെ ദാസന്മാരോട് ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിന്റെ പ്രവർത്തനങ്ങളെയും എന്ന് മുതൽ എന്നേക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലും ചെയ്യുന്നത് ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർക്ക് നന്ദി. പ്രാർത്ഥന സഹകരിച്ച, ദൈവവചനം പങ്കുവെച്ച, സാക്ഷി പറഞ്ഞ, പാട്ടുപാടി എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗുഡ് നൈറ്റ്. തിങ്കളാഴ്ച വൈകിട്ട്